നമുക്കിന്ന് വൈകുകളിൽ യോജിച്ചിട്ടാകട്ടെ ലഭിച്ചിരിക്കുന്ന സമയം ഒരു അനുഭവമായിട്ടുള്ള കർത്താവ് കൃപ ചെയ്യുമാറാകട്ടെ. സന്നിധിയിൽ അടുത്ത് വരുന്ന ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമാണ് ദൈവങ്ങളോട് സംസാരിക്കുകയും ഈ തലമുറയിൽ നമ്മളെ ജയാളികളാക്കി ആ ബിംബസ്വരമാണ് നമ്മളെ നിലനിർത്തുന്നത്. നമ്മളെ വ്യത്യസ്തരായി നമ്മുടെ ജീവിതത്തിന് ചൈതന്യം തന്ന് നമുക്ക് പ്രത്യാശ തന്ന് നമ്മള് വാടി തളർന്നു പോകാതെ പ്രതികൂലങ്ങളിൽ നമ്മൾ ഭയപ്പെട്ടു പോകാതെ ഭാവി ഓർത്ത് ആശങ്കപ്പെടാതെ വർത്തമാനകാലത്തിൽ തളർന്നു പോകാതെ ഇന്നലകളെ കുറിച്ച് നന്ദിയുള്ള ഓർമ്മകളുമായി ധ്യാനവുമായി ഉപയോഗിച്ച ഉപകാരങ്ങളെ കുറിച്ച് നല്ല വ്യക്തമായ ബോധ്യമുള്ളവരെ അതിനെ ഓർത്തെടുക്കുവാൻ മുഴുവനായി സാധ്യമല്ലെങ്കിലും എല്ലാ ദിവസവും ദിവസത്തിൽ കടത്തി വരുമ്പോഴൊക്കെ നമ്മുടെ വ്യക്തിപരമായ ആ ദൈവത്തോട് ബന്ധത്തിൽ നമ്മളത് ഓർത്തെടുത്ത് ദൈവത്തിന് നന്ദി കരുതുന്നു. അപ്പം ഇന്നലകളിൽ ദൈവം നടത്തിയ ദൈവിക പ്രവൃത്തികളെ ധ്യാനിച്ചുകൊണ്ടും ഇന്ന് ദൈവത്തിന്റെ വിശ്വസ്ത അനുഭവിച്ചുകൊണ്ടും നാളെ കുറിച്ചുള്ള ദൈവത്തിന്റെ കരുതലേറ്റവും ശ്രേഷ്ഠമെന്ന് പ്രത്യാശിച്ചുകൊണ്ടും വരുവാനുള്ള ദൈവം ഒരുക്കുന്ന ആ നിത്യമായ ഭാവി അതിമഹത്വം ഉൾക്കൊണ്ടുകൊണ്ട് നാൾതോറും കർത്താവിന് വേണ്ടി ജീവിക്കാൻ ദൈവം നമ്മുടെ ഈ ദേശത്ത് ദൈവം നമ്മുടെ ഈ ഭൂമിയിൽ ശേഷിപ്പിച്ചിരിക്കുന്നവർക്ക് കണ്ടിരിക്കുന്നവർക്ക് ഒന്നോട് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തിന് മഹത്വം കഴിക്കുന്നു. നമുക്ക് വീണ്ടും നമ്മുടെ ഉത്തരവാദിത്തങ്ങളിൽ ഉണരാം. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏറ്റവും മൂല്യതയോടെ നമുക്ക് പ്രവർത്തിക്കാം. ക്രിസ്തുയേശുവിന്റെ സഭ എങ്ങനെ ഭൂമിയിലായിരിക്കണമെന്ന് ക്രിസ്തു ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നമുക്കായിരിക്കാൻ നമ്മുടെ ശരീരത്തിന്റെ എല്ലാ അവയവങ്ങളെയും നമ്മുടെ ജീവിതത്തിന്റെ എല്ലാ ദിനങ്ങളെയും നമ്മുടെ എല്ലാ ചിന്തകളെയും ഹൃദയത്തിന്റെ എല്ലാ വിചാരങ്ങളെയും അതിനുവേണ്ടി നമുക്ക് സമർപ്പിക്കാം. കർത്താവ് നമ്മളെ ആഴമായും ആകമാനമായും പൂർണ്ണമായും ദൈവം നമ്മൾ ഉപയോഗിക്കുമാറാകട്ടെ. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ധന്യമായ നിമിഷങ്ങൾ. ജീവിതം അപ്രകാരം മുന്നോട്ട് വന്നപ്പോൾ സഹായിക്കും. ക്രിസ്തീയ ജീവിതത്തില് നമ്മൾ ഓർത്തിരിക്കണം, ഓരോ ദിവസവും ദൈവം നമ്മളെ വഴി നടത്തുമ്പം ദൈവത്തിന് നമ്മൾ ചെയ്തെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങളെ കുറിച്ച് വ്യക്തമായ അരുളപ്പാടുകളുണ്ട്. അതിന് വ്യക്തമായ നിർദ്ദേശങ്ങൾ ദൈവം നമുക്ക് നൽകി തരും. നമ്മുടെ റെസ്പോൺസിബിലിറ്റിയിൽ യാതൊരു അവ്യക്തതയുമില്ല. നാം ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുന്ന കാര്യങ്ങളിലും കർത്താവിന്റെ നാമമഹത്വത്തിനായി ജീവിക്കേണ്ട വിധത്തെ കുറിച്ച് ഒരു ദൈവവേദനിലും ഒരു അവ്യക്തതയില്ല. അതെല്ലാം വളരെ സുതാര്യമായിരിക്കും, വ്യക്തമായിരിക്കും. ദൈവം വളരെ നിർമ്മലമായ തന്റെ വചനത്താൽ നമ്മളെ വഴി നടത്തും. നമുക്ക് ഒരു തരത്തിൽ ഒരു ആശയക്കുഴപ്പമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം നമ്മൾ ആയിരിക്കണമെന്നുള്ളത് ഒരു അറിയാത്ത, നാളെ കണ്ടെത്തേണ്ട, ആരുടെയും അടുത്തുപോയി ആലോചന തേടി കണ്ടുപിടിക്കേണ്ട വിദൂരമായ ഒരു കാര്യമല്ല. പിന്നെയോ വ്യക്തമായി നമുക്ക് അതിനെ കുറിച്ച് ബോധ്യത ദൈവം തന്നുകൊണ്ടാണ് നമ്മളെ വഴി നടത്തുന്നത്. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കർത്താവ് നമ്മളെ ഭരമേൽപ്പിക്കുന്ന റെസ്പോൺസിബിലിറ്റീസ്, ഉത്തരവാദിത്തങ്ങള് നാം ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ അതേ സമയത്ത് തന്നെ അതിന് സമാന്തരമായി തന്നെ നമ്മുടെ ജീവിതത്തിൽ അനവധി അസാധ്യതകളെ ദൈവം അനുവദിക്കും. നമുക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ലല്ലോ ഈ മേഖലയിൽ. നമുക്ക് നമ്മളെ കൊണ്ട് നമ്മളെല്ലാം കൂടെ ഒത്തുപിടിച്ചാലും നമ്മൾ എന്തെല്ലാം കൂട്ടമായി പരിശ്രമിച്ചാലും മാറ്റാൻ കഴിയാത്തതും ചെയ്തെടുക്കാൻ കഴിയാത്തതും നിവർത്തിക്കാൻ കഴിയാത്ത പല ജീവിത സാഹചര്യങ്ങളെ കൂടെ ദൈവം സമാന്തരമായി അനുവദിച്ചുകൊണ്ടാണ് നമ്മുടെ ഉത്തരവാദിത്തങ്ങൾ നമ്മളെ ഫലമേൽപ്പിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. എങ്ങനെയാണ് ഞാൻ ഇവണ്ണം കർത്താവിനെ, പലരും ദൈവത്തെ ഇന്നെന്ന ദിനത്തിൽ അനുസരിക്കാൻ മടിക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒരു കാരണം ദൈവത്തിൽ ആശ്രയിച്ചു ജീവിക്കുന്ന പലരുടെയും ജീവിതത്തിൽ അവര് ആശങ്കാകുലരായി പോകും. കാരണം ചില കാര്യങ്ങൾ ഞങ്ങളെ കൊണ്ട് നടക്കത്തില്ലല്ലോ, ഞങ്ങൾക്കതിന് കഴിയത്തില്ലല്ലോ, ഞങ്ങളതിന് നിസ്സഹായരാണല്ലോ, അത് മനുഷ്യമായി ചിന്തിച്ചാൽ അതിനൊരു എത്തുപിടിയും കിട്ടുന്നില്ലല്ലോ, പിന്നെ ഞാൻ ദൈവത്തെ വിശ്വസ്തയോടെ സേവിച്ചാലും ഈ കാര്യങ്ങൾക്കൊക്കെ എങ്ങനെയാണ് എന്ന് ചിന്തിക്കുന്ന ചില ജീവിത ഭാഗങ്ങൾ, ദിനങ്ങൾ അല്ലെങ്കിൽ കാലങ്ങൾ ദൈവം നമുക്ക് അനുവദിക്കും. അത് ഭക്തന്മാരോടുള്ള ദൈവത്തിന്റെ ഒരു പ്രവർത്തന രീതിയാണ്. അത് എല്ലാ കാലത്തും ദൈവം അനുവദിച്ചിട്ടുണ്ട്. ഉദാഹരണമായി ഞാൻ രണ്ട് കാര്യങ്ങൾ വരെ പറയാം. അതായത് ദൈവമക്കളായ നമ്മൾ ദൈവത്തിന്റെ ഒരു പ്രീ പ്ലാൻ ആണ്, ഒരു പർപ്പസ് ആണ്. വി ഹാവ് ടു ഫേസ് അൺസർട്ടനിറ്റി. നമ്മുടെ അനിശ്ചിതത്വം
ജീവിതത്തിൽ നേരിടുന്നത് ഒരിക്കലും അപൂർവമായി കാണരുത്. ആശ്ചര്യത്തോടെ അതിനെ നോക്കി കാണരുത്. അൺസർട്ടനിറ്റിയെ ഫേസ് ചെയ്യുക എന്നുള്ളത് ഒരു ദൈവ വൈതലായി കഴിയുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ മനഃപൂർവമായി ദൈവം അനുവദിക്കുന്ന കാലങ്ങളാണ്. അതിനെ അങ്ങനെയുള്ള അൺസർട്ടനിറ്റി, അനിശ്ചിതത്വത്തിന് മുൻപിൽ ദൈവമക്കൾ അറിഞ്ഞില്ല എങ്കിൽ ഹൗ ടു ഫേസ് ദ അൺസർട്ടനിറ്റി എന്നുള്ള ആ ജീവിതത്തിൽ ഒരു എത്തുപിടിയും കിട്ടാത്ത, ഒരു വ്യക്തതയും ഇല്ലാത്ത, ഞാൻ ആദ്യം എടുത്തു പറഞ്ഞു, നമ്മൾ ചെയ്തെടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ എഴുളപ്പാടുകൾ ഉള്ളപ്പോൾ തന്നെ നമുക്ക് വേണ്ടി ദൈവം ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒരു വ്യക്തത തരാതെ നമ്മൾ എങ്ങനെ മൂവ് ചെയ്യണമെന്നും എങ്ങനെ പെരുമാറണമെന്നും പ്രവർത്തിക്കണമെന്നുമുള്ള ഒരു വ്യക്തമായ രൂപരേഖ തന്റെ വചനത്തിലൂടെ നൽകി തരികയും, എന്നാൽ നമ്മൾ ആശിക്കുന്നു നമുക്ക് വേണ്ടി ദൈവം ചെയ്തെടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ മൗനവും തമ്മിൽ അത് കൂട്ടിമുട്ടുമ്പം പലപ്പോഴും പലരുടെയും ദിനം തോറുമുള്ള ഉത്തരവാദിത്തങ്ങൾ അവർ പിന്മാറും. കാരണം ദൈവം ഞങ്ങളോട് കരുണ കാണിക്കുന്നില്ലയോ, ദൈവം ഇതെങ്ങനെ ചെയ്തു തരും, ഇത് എപ്രകാരമാണെന്നുള്ള അസാധ്യതകളെ ഹൃദയത്തിൽ കൊണ്ടു നടക്കും. എന്നാൽ ദൈവം വ്യക്തമായി പറഞ്ഞു കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളെ പാലിക്കാൻ കഴിയാതെ അപ്പൊ ഇങ്ങനെ ഭക്തന്മാരുടെ ജീവിതത്തിൽ അനവധി പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട്. ഞാൻ തന്നെ പല പ്രാവശ്യം ഇങ്ങോട്ട് പങ്കുവച്ചിട്ടുള്ള കാര്യമാണെങ്കിലും ഇന്ന് ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയാൻ എന്റെ ഹൃദയത്തിൽ വീണ്ടും ദൈവത്തിന്റെ ആത്മാവിന്റെ പ്രേരണ തരുന്നതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. നാം ചോദിക്കണം, ഒരു ദൈവ പൈതൽ അൺസർട്ടനിറ്റിയെ ഫേസ് ചെയ്യുന്നത്, അനിശ്ചിതങ്ങളെ അല്ലെങ്കിൽ എത്തും പിടിയുമില്ലാത്ത കാലങ്ങളിലൂടെ, ആണ്ടുകളിലൂടെ നടന്നു പോകുന്നത്, അത് ഒരു യാദൃച്ഛിക സംഭവമാണോ? അതിനകത്ത് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടോ? അത് ദൈവം അതിനകത്ത് പ്രീ പ്ലാൻഡ് ആയിട്ട് ചെയ്യുന്നതാണോ എന്ന് വേദപുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് വ്യക്തമായി മനസ്സിലാകും. ദൈവത്തിന് വ്യക്തമായ പ്ലാൻ ഉണ്ട്. എന്താണെന്നറിയോ? അതായത് ഇങ്ങനെ പറയാം, ഒരു സർട്ടനായ അല്ലെങ്കിൽ വളരെ സുനിശ്ചിതമായ ദൈവ പദ്ധതിയുടെ ഒരു ഭാഗമാണ് നമ്മൾ അനിശ്ചിതത്തെ നേരിടുന്നത്. എന്നൂടെ പറയാം, നമുക്ക് എത്തും പിടിയും ഇല്ലാത്തൊരു കാലത്തിലൂടെ നാം നടന്നു പോകണം എന്നുള്ളത് ദൈവത്തിന്റെ സുനിശ്ചിതമായ സർട്ടനായ ഒരു ഡെഫിനിറ്റായ പ്ലാനാണ്. ആ സമയത്താണ് നമുക്ക് ദൈവം ഓപ്പർച്യൂണിറ്റി തരികയാണ്. ഇതിനു വേണ്ടി വോക്ക് ബൈ ഫെയ്ത്ത്, വിശ്വാസത്തോടെ തന്നെ ദൈവത്തെ ആശ്രയിച്ച് നടക്കുവാൻ നമുക്ക് ദൈവം ഒരുക്കുന്ന കാലമാണെന്ന് തന്റെ ഭക്തന്മാർക്ക് അത് ഗ്രഹിക്കാൻ കഴിയണം. അപ്പോൾ മാത്രമേ അൺസർട്ടനിറ്റി ജീവിതത്തിൽ നാശത്തിലേക്കല്ല, ദോഷത്തിലേക്കല്ല, ദൈവമഹത്വത്തിലേക്കാണ് നീങ്ങുന്നതെന്ന് അവർക്ക് ധൈര്യസമേതം പറയാൻ കഴിയും. So God will prepare us to face the uncertainty. God will not reveal everything. ദൈവം എല്ലാം വെളിപ്പെടുത്തത്തില്ല. പക്ഷെ അൺസർട്ടനിറ്റിയെ ഫേസ് ചെയ്യാനുള്ള, ഇതെങ്ങോട്ടാ, ഇങ്ങനെ പോയാൽ, അപ്പൊ ഇങ്ങനെയാണെങ്കിൽ എന്ന് ചിന്തിക്കുന്ന ആ കാലഘട്ടത്തെ സധൈര്യം നേരിടുവാനുള്ള മാനസിക, ശാരീരിക, ആത്മീക ഒരുക്കം ദൈവം നമുക്ക് നൽകി തരും. അപ്പോഴും ആ കാലത്തൊക്കെ ദൈവം മൗനമായിരിക്കും. നമുക്കറിയാം, ഞാൻ എപ്പോഴും പറയുന്ന പേരാണ് നോഹയുടെ പേര്. നോഹയും കുടുംബത്തോടും ഡെയിലി ചെയ്യേണ്ട ദൈവത്തിന്റെ മാസ്റ്റർ പ്ലാൻ എല്ലാ അക്യുറേറ്റ് മെഷർമെന്റ്സോടുകൂടെ, കൃത്യമായ അളവുകളും കൃത്യമായ രൂപരേഖയോടുകൂടെ, മാതൃകയോടുകൂടെ ദൈവം നോഹയോട് സംസാരിച്ചു. ഇവണ്ണം ചെയ്യണം, ഇവണ്ണം ചെയ്യണം. നോഹയ്ക്കും മക്കൾക്കും തങ്ങളുടെ ഡെയിലി ആക്ടിവിറ്റീസിനെ കുറിച്ച് ഒരു കൺഫ്യൂഷനും വരാത്ത രീതിയിൽ ദൈവം നോഹയോട് സംസാരിച്ചു. ഇന്ന് വരാത്തതും ചിന്തിച്ചേ, നമുക്കാർക്കെങ്കിലും ദൈവത്തിന് വേണ്ടി എങ്ങനെ ജീവിക്കണമെന്നുള്ള എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ? ഒരു കൺഫ്യൂഷനും ഇല്ലാതെയാണ് ദൈവം
എന്താണ് നാം കർത്താവിന് വേണ്ടി ചെയ്യേണ്ടത്, നാം എങ്ങനെ ഓരോ ദിനത്തെ അഭിമുഖീകരിക്കണം, ദൈവം എന്താണ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നതെന്ന് ഉള്ള വ്യക്തമായ നിർദ്ദേശങ്ങൾ തന്റെ വചനത്തിലൂടെ നൽകി ദൈവം നമ്മളെ നടത്തുമ്പോഴും നമ്മളിൽ ആർക്കെങ്കിലും ചെയ്യാൻ കഴിയാതെ പോകുന്നെങ്കിൽ അതിന്റെ ഒരു കാരണം നമ്മൾ ആരൊക്കെയോ അൺസർട്ടനിറ്റിയെ ഫേസ് ചെയ്യുന്നുണ്ട്. ഫേസ് ചെയ്യുമ്പോഴുള്ള നമ്മുടെ പ്രശ്നം എന്ന് ചോദിച്ചാൽ അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയെ ബാധിക്കും. ഇപ്പൊ നോഹ വളരെ നമുക്കറിയാം, ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ ദൈവം കൽപ്പിച്ച പോലെ തന്നെ നോഹ ചെയ്തു. നോഹയ്ക്ക് ഒരു ഡൗട്ടും ഇല്ലായിരുന്നു. എന്നാൽ നോഹയ്ക്ക് ഡൗട്ട് ചെയ്യാനുള്ള ഒത്തിരി കാരണങ്ങളും ഉണ്ടായിരുന്നു. ചെയ്തെടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് ഒരു സംശയവുമില്ല. പക്ഷെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ദൈവം എങ്ങനെ ചെയ്തെടുക്കുമെന്ന് ഓർത്ത് 120 വർഷവും സംശയിക്കാനുള്ള മാർഗം എവിടേക്ക് നമ്മുടെ ശ്രദ്ധ പോകും? ദൈവം കാര്യങ്ങളെ എങ്ങനെ ചെയ്തെടുക്കും എന്നുള്ള സംശയാസ്പദമായ ചിന്തയോടുകൂടെ നാം നീങ്ങിയാൽ സംഭവിക്കുന്ന എന്ന് ചോദിച്ചാൽ നമ്മുടെ ദിനങ്ങൾ നാം പാഴാക്കും. നമുക്ക് ഫ്രൂട്ട്ഫുൾ ആകാൻ പറ്റത്തില്ല. നമുക്ക് ദൈവത്തിന്റെ സന്നിധിയിൽ അല്പത്തിൽ വിശ്വസ്തരായിരിക്കാനോ അധികത്തിൽ കാര്യവിചാരരാകാനോ കഴിയും. ദൈവം ഒരു കാര്യം ചെയ്യും അല്ലെങ്കിൽ ചെയ്തെടുക്കും. ദൈവം പറഞ്ഞ കാര്യങ്ങളെ ഒരു വഴിയില്ല എങ്കിലും ഔട്ട് ഓഫ് നത്തിങ്ങിൽ നിന്ന് ദൈവം ചെയ്തെടുത്തോളും. നമ്മള് ദൈവത്തിന് വേണ്ടത് താൻ പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ നാം കൈകടത്തി സഹായിക്കണമെന്നല്ല, നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ അനുസരിച്ച് ജീവിക്കണമെന്നാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവിക കാര്യങ്ങളിൽ കൈകടത്തി ദൈവത്തിന് ആലോചന പറഞ്ഞു കൊടുത്ത് ഏറ്റവും എളുപ്പമാർഗം കാട്ടിക്കൊടുക്കുന്ന ദൈവമക്കളെ അല്ല ദൈവത്തിന് വേണ്ടത്. ദൈവം കാട്ടിത്തന്ന സത്യമാർഗത്തിലൂടെ നടന്ന് അവന്റെ വേല ചെയ്തവനെ പ്രസാദിപ്പിക്കുന്ന മക്കളെയാണ് ദൈവത്തിന് വേണ്ടത്. പക്ഷെ ആ മക്കൾക്ക് ഒരു പ്രശ്നമുണ്ട്. ആ മക്കൾക്ക് ഈ വലിയൊരു പ്രതിസന്ധി അവിടെ മുമ്പിൽ നിൽക്കുവോ? അപ്പൊ നോഹയോട് പറഞ്ഞ ഒരു കാര്യം ഒന്ന് എടുക്കാം, സ്നേഹത്തിലോട്ട് തന്നെ മടങ്ങി വരാം. പക്ഷെ ആ ഭാഗം ആരുടെയെങ്കിലും ഹൃദയത്തിൽ അങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്ക് കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടണമെന്നുണ്ട്, പക്ഷെ എന്റെ മുമ്പിൽ നിൽക്കുന്ന പ്രശ്നങ്ങൾ അത്ര പർവ്വത സമാനമാണ്, ഒരു എത്തുപിടിയില്ല, ഈ അൺസർട്ടനിറ്റി ഒന്ന് മാറിയിരുന്നെങ്കിൽ ഞാൻ ദൈവത്തെ വളരെ ആത്മാർത്ഥത്തോടെ സേവിച്ചേരെന്ന് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണ മാറാൻ വേണ്ടിയാണ്. അങ്ങനെ അൺസർട്ടനിറ്റി മാറിയിട്ടാരും ദൈവത്തെ സേവിക്കാമെന്ന് കരുതണ്ട. അൺസർട്ടനിറ്റിയുടെ നടുവിലും ദൈവത്തെ സേവിക്കാൻ നിയോഗിക്കപ്പെട്ടതാണ് എന്റെ കുഞ്ഞിന്റെ. നോഹയോട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞേ. ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായത്തിൽ ഇങ്ങനെ പറയുന്നത്, ഉൽപ്പത്തി പുസ്തകം 7-ാം അധ്യായം എല്ലാ കാര്യങ്ങളും എങ്ങനെ ചെയ്യണം എന്ന് പറയാൻ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയാണ് ദൈവം. അപ്പം അങ്ങനെ പറഞ്ഞു കൊടുക്കുമ്പോൾ ഇവിടെ പറയുന്നു, അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചെന്നാൽ, അതായത് 6:13 തൊട്ട് ഉൽപ്പത്തി പുസ്തകം 6:13 തൊട്ട് കൃത്യമായ കാര്യങ്ങൾ നിർദ്ദേശങ്ങൾ കൊടുത്തു. അത് വായിക്കണ്ട, ഒരു കൺഫ്യൂഷനും ഇല്ല. അപ്പൊ എങ്ങനെയാ കർത്താവേ, അപ്പൊ 2 അറയാണോ 3 അറയാണോ, അപ്പൊ കീഴുവനെ തേക്കമോ, അപ്പൊ ഓഫർ മരത്തിന് വരെ ഇന്ന മരം നോ കൺഫ്യൂഷൻ. നോയ്ക്കും മക്കൾക്കും ചെയ്യേണ്ട വേലയ്ക്കകത്ത് ഒരു സംശയവും ക്രിസ്റ്റൽ ക്ലിയർ ആയ ഒരു മാർഗനിർദ്ദേശ രൂപരേഖ അവിടെ കൊടുത്തു. പക്ഷെ 7-ാം അധ്യായത്തിൽ വരുമ്പോൾ അനന്തരം യഹോവ, ഞാൻ പല പ്രാവശ്യം പ്രവർത്തിച്ചിട്ടുള്ള വചനമാ, അനന്തരം യഹോവ നോഹയോട് കൽപ്പിച്ചത് എന്തെന്നാൽ, നീയും സർവ കുടുംബമായി പെട്ടകത്തിൽ കിടക്കാം തയ്യാറാണ് നോഹ. ഞാൻ നിന്നെ ഈ തലമുറ എന്റെ മുമ്പാകെ നീതിമാനായി കണ്ടിരിക്കുന്നു. 2-ാം വാക്യം 7:2 നോഹയുടെ മുഴുവൻ റെസ്പോൺസിബിലിറ്റിയെ തച്ചുടയ്ക്കാൻ, നോഹയെ പാസീവ് ആക്കുവാൻ, നിഷ്ക്രിയനാക്കുവാൻ കാരണമാകുന്ന ഒരു കാര്യം കൂടെ ദൈവം പറഞ്ഞു. നോഹ ഇനിയുള്ള ഓരോ ദിവസവും ടെൻഷൻ അടിക്കാനുള്ള ഒരു കാരണം കൂടെ പറഞ്ഞു. നോഹ ഇനി ഓരോ ദിവസവും ഈ ഒറ്റ കാര്യം ഓർത്ത് ബാക്കി എല്ലാ പണിയും ഉപേക്ഷിക്കാനുള്ള ഒരു കാര്യം കൂടെ കൊണ്ട് മുമ്പിൽ വെച്ചു. എന്നാണത്? 2-ാം വാക്യം 7:2 ശുദ്ധിയുള്ള സകല മൃഗങ്ങളിൽ നിന്നും ആണും പെണ്ണുമായി 7, ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി 2, ആകാശത്തിലെ പറവുകളിൽ നിന്നും പൂവനും പിടയുമായി 7, ഭൂമിയിലൊക്കെ സന്തതി ശേഷിച്ചിരിക്കേണ്ട നീ ചേർത്തുകൊള്ളണം. നീ ചേർത്ത്, 1-നെ 2-നെ അല്ല, സകല ജീവജാലങ്ങളിൽ നിന്നും ഉള്ളതിനെ ആണും പെണ്ണുമായി 7, ശുദ്ധിയില്ലാത്ത മൃഗങ്ങളിൽ നിന്ന് ആണും പെണ്ണുമായി 2, ആകാശത്തിലെ പറവുകളിൽ നിന്ന് പൂവനും പിടയുമായി 7. നീ ആ വാക്ക് നിങ്ങൾ അങ്ങനെയല്ലേ നിങ്ങളുടെ ബൈബിളിലും? ഞാൻ ചേർത്തുകൊള്ളുന്നതാണോ നീ ചേർത്തുകൊള്ളണമെന്നാണോ?
നീ ചേർത്തോളണം. മഴ പെയ്യിക്കുമെന്ന് ദൈവം പറഞ്ഞ കാര്യം നോഹ വിശ്വസിച്ചു. കാരണം കണ്ടിട്ടില്ലെങ്കിലും ദൈവം പറഞ്ഞ പോലെ ചെയ്യും, പെട്ടെന്ന് പണിയാം. പക്ഷെ ഒരു റെസ്പോൺസിബിലിറ്റി കൊടുത്തു, ക്ലിയർ ആയി വ്യക്തമായി പറഞ്ഞു കൊടുത്തിട്ട് ഒരു എത്തും ഇല്ലാത്ത ഒരു കാര്യം കൂടെ കൊണ്ട് മുമ്പിൽ വെച്ചു. തന്നെ കൊണ്ട് ഒരിക്കലും സാധിക്കാത്ത ഒരു കാര്യം പറഞ്ഞു, നീ ചേർത്തോളണം. അത് നമ്മളോട് പറയാത്തോണ്ട നമുക്ക് ടെൻഷൻ ഇല്ലാതെ. നോവയോട് പറഞ്ഞോണ്ട് ഒരു ടെൻഷൻ നമുക്കില്ല. നമ്മളോട് പറയുമ്പോഴേ നമ്മൾ ടെൻഷൻ എടുക്കും. നമ്മുടെ കാര്യം വരുമ്പോഴേ നമുക്ക് ആദ്യം ഉണ്ടാകത്തുള്ളൂ. എന്നിട്ട് പറയുന്നു, അങ്ങനെ പറഞ്ഞിട്ട് എഴുതിയിരിക്കുകയാണ് 5-ാം വാക്യം. യഹോവ തന്നോട് 7:5 കൽപ്പിച്ച പ്രകാരമൊക്കെയും നോഹ ചെയ്തു. എങ്ങനെ ചെയ്തു? യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെ നോഹ ചെയ്തു. നോഹ എന്ത് ചെയ്തു? പെട്ടകം പണിതോ അതോ പറവകളിൽ ജീവജാലങ്ങളിൽ നിന്ന് എല്ലാത്തിനെയും പിടിച്ചോണ്ട് വന്നോ? നോഹ എന്തോ ചെയ്തത്? തന്നോട് കൽപ്പിച്ചതൊക്കെ നോഹ ചെയ്തു. ഇന്ന് രാത്രി ദൈവവചനം കേൾക്കുമ്പോൾ നമ്മൾ അമുഖമായി ദൈവത്തിന്റെ പരിശുദ്ധമോ നമ്മളോട് സംസാരിക്കുമ്പോൾ നമ്മളിൽ പലരും ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്യാത്ത എന്നറിയാവോ? പറ്റാത്ത ചില കാര്യങ്ങൾ ദൈവം പറഞ്ഞു, അല്ലെങ്കിൽ ജീവിതത്തിലുണ്ട്. അതങ്ങനെയാ. അതുകൂടെ അൺസർട്ടനിറ്റി, കൃത്യസർട്ടനായി നോഹയോട് അതുവരെ സംസാരിച്ചു വന്ന ദൈവം ഒരു അൺസർട്ടനിറ്റി ഒരു മുമ്പിൽ ഇട്ടു. പറയണേ, അത് കേട്ടില്ല നോഹ മറ്റേതും മറക്കേതാ. വളരെ കൃത്യമായി പ്ലാൻ ചെയ്ത ദൈവ പദ്ധതിയെ നോഹ മറന്നു പോകുന്നതല്ല, മറപ്പിക്കത്തക്ക രീതിയിൽ ഞാൻ ചേർത്തുകൊള്ളുന്നു. മക്കളെ നിങ്ങൾ കേട്ടോ, ഞാൻ ചേർത്തുകൊള്ളുന്നു. ഭാര്യയോട് നിങ്ങൾ കേട്ടോ, ഞാൻ ചേർത്തുകൊള്ളും. നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യമാണോ? നമ്മളെ കൊണ്ട് നടക്കുന്ന കാര്യം ഇത് പറഞ്ഞല്ല നോഹ മുന്നോട്ട് പോയത്. നോഹയ്ക്ക് ഒരു കാര്യം മനസ്സിലായി, എന്നോട് കൃത്യമായും വ്യക്തമായി പറഞ്ഞ കാര്യങ്ങൾ എനിക്കും എന്റെ മക്കൾക്കും ഈ ആയുസ്സിൽ പൂർത്തീകരിക്കാൻ പറ്റുന്നത് ഞങ്ങൾ വിശ്വസ്തയോടെ ചെയ്യും. എന്നാൽ ഞങ്ങൾക്ക് കഴിയാത്തതും ദൈവത്തിന് മാത്രം കഴിയുന്നതുമായ കാര്യങ്ങൾ അതിന്റെ തക്ക സമയത്ത് ദൈവം ചെയ്യും. എങ്ങനെയാണ് അൺസർട്ടനിറ്റിയെ ഫേസ് ചെയ്യുന്നത്? അങ്ങനെ നോഹ എഴുതി, നോഹ യഹോവ തന്നോട് കൽപ്പിച്ച പ്രകാരമൊക്കെയും നോഹ ചെയ്തു. ഇന്നത്തെ തലമുറയിൽ ദൈവം കൽപ്പിക്കുന്ന പോലെ ചെയ്യാൻ കഴിയാതെ, ദൈവത്തിന്റെ ആലോചനകൾക്ക് വിധേയപ്പെടാൻ കഴിയാതെ പലരും വഴിതെറ്റി മാറുകയാണ്. അതിനവര് പറയുന്ന എക്സ്ക്യൂസുകൾ അനവധിയാണ്. പക്ഷെ നോഹയുടെ മക്കളുടെ ജീവിതം എടുത്ത് നോക്കിയേ, അവർ ഒരു ഒഴിവുകളും പറയുന്നില്ല. ഏറ്റവും വലിയ 2 പ്രധാന കാര്യം അവരുടെ മുമ്പിൽ അസാധ്യമായി നിർത്തിയേക്കുക. എന്ത്? ഇന്ന് വരെ അവർ മഴ കണ്ടിട്ടില്ല. കാണാത്ത മഴ ഉണ്ടാകുമെന്നും ആ മഴയിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമെന്നും ആ വെള്ളപ്പൊക്കത്തിന്റെ അതായത് രക്ഷ പ്രാപിപ്പാനാണ് ഈ പെട്ടകമെന്നും പറഞ്ഞിട്ടും ആ അസാധ്യതകൾ അവരുടെ ജീവിതത്തിൽ അവരെ കൊണ്ട് സാധ്യമാക്കുന്ന പ്രവൃത്തികളെ തടുത്തില്ല. രണ്ടാമത് വീണ്ടും ഒരു വലിയ ടാസ്ക് കൂടെ, അതായത് ഇമ്പോസിബിൾ ആയ ഒരു ടാസ്ക് കൂടെ നോഹയോട് പറഞ്ഞു. ഇന്നടത്തുന്ന 7 നീരണ്ടും വെച്ച് സകല ജീവജാലങ്ങളിൽ നിന്നും മൃഗപക്ഷി ജാതികളിൽ നിന്നും നീ ചേർത്തുകൊള്ളണം. അപ്പൊ നമ്മളെ എന്തിനാ ദൈവം ഇപ്രകാരം നമ്മളെ വഴി നടത്തുന്നത്? നമ്മുടെ ജീവിതത്തിൽ എന്തിനാണ് ദൈവം അൺസർട്ടനിറ്റി അനുവദിക്കുന്നത്? ദൈവത്തിന് നമ്മളെ പരീക്ഷിച്ചറിയണം. അങ്ങനെയുള്ള അനിശ്ചയത്തിന്റെ നടുവിലും ദൈവം പറഞ്ഞ കാര്യങ്ങൾക്ക് നാം പ്രാധാന്യം കൊടുക്കുമോ? ദൈവത്തെ സ്നേഹിക്കാൻ നമുക്ക് കഴിയുമോ? ദൈവത്തിന് വേണ്ടി വേല ചെയ്യാൻ നമുക്ക് കഴിയുമോ? ദൈവത്തിന് വേണ്ടി ജീവിതം വിട്ടുകൊടുക്കാൻ കഴിയുമോ? എങ്ങനെ? യാതൊരു എത്തും പിടിയുമില്ലാത്ത ജീവിതത്തിന്റെ കാലയളവിലും വിശ്വസ്തയോടെ നേരോടെ ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്യുവാൻ കഴിയുമോ എന്നുള്ളത് ദൈവത്തിന് ആരാഞ്ഞറിയുന്നു. അങ്ങനെ ചെയ്തു വന്നുള്ള പ്രയോജനം എന്തുവാ? അതിന്റെ പ്രയോജനം, മഴ പെയ്യുന്ന കാര്യത്തിൽ നോഹയുടെ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നോ? കുറച്ചങ്ങോട്ട് കഴിഞ്ഞപ്പോ ദൈവം നോഹയോട് പറഞ്ഞോ, നോഹയെ പ്രതീക്ഷ പോലെ അത്ര എളുപ്പമല്ല മഴ പെയ്യിക്കുന്നേ, നീ നിന്റെ കുടുംബം കൂടെ ഉപവസിച്ച് പ്രാർത്ഥിക്കണം മഴ പെയ്യാൻ പറഞ്ഞോ? ഇല്ല. നോഹയെ വിചാരിക്കുന്ന പോലല്ല. ഞാൻ നേരത്തെ ഒരു ആവേശത്തിൽ പറഞ്ഞതാ മഴ പെയ്യിക്കാമെന്ന്, പക്ഷെ നടക്കത്തില്ല വിചാരിക്കുന്ന പോലെ. അങ്ങനെയാണോ? ദൈവ പദ്ധതി, അതിനാരുടെ ഒത്താശ ദൈവത്തിന് വേണ്ട. ദൈവം പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യും. പക്ഷെ ദൈവത്തിന് അറിയണം നമ്മളുടെ ഈ അൺസർട്ടനിറ്റിയുടെ നടുവിൽ
നമ്മൾ ദൈവത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽക്കുമോ? ഭാവിയെ കുറിച്ച് ദൈവം ചിലതൊക്കെ മറച്ചു വെച്ച് നമുക്ക് കാഴ്ചയാൽ ജീവിക്കാനല്ല അവസരം തരുന്നേ, വിശ്വാസത്താൽ ജീവിക്കാൻ അവസരം തരുമ്പോൾ നമ്മുടെ ഹൃദയം നേരുള്ളതാണോ? ഏകാഗ്രതയുണ്ടോ? നാം അവനെ സേവിക്കുന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും വസ്തുവിന്റെയോ സമ്പത്തിന്റേതോ മാനത്തിന്റേതോ ഉയർച്ചയുടേതോ മക്കളുടേതോ ഉന്നമനത്തിന്റെയോ ലക്ഷ്യമുണ്ടോ? അതോ നമുക്കും ദൈവത്തിന്റെയും വസ്തുക്കളും സമ്പത്തും മക്കളും ആരുമില്ല, ഇതൊരു അഭേദ്യ ബന്ധമാണെന്ന് പ്രൂവ് ചെയ്യാൻ ദൈവം അനുവദിക്കുന്ന കാലഘട്ടമാണ് ഈ അൺസർട്ടനിറ്റി അല്ലെങ്കിൽ അനിശ്ചിതത്തിന്റെ കാലം. ഒരു ഐഡിയ ഇല്ല. ഇവര് എല്ലാം കൃത്യമായി ചെയ്ത് ഇവർ തമ്മിൽ ചോദിക്കും, മഴ നോ ഐഡിയ. അബ്രഹാം ദൈവത്തെ അനുസരിച്ചുകൊണ്ട് ഇസ്ഹാക്കിന്റെ കൈ പിടിച്ച് പുറപ്പെടുമ്പോൾ അൺസർട്ടനിറ്റി. ഓ ദൈവമേ, ഇതെങ്ങോട്ടാണ് ഈ യാത്ര? ഇസ്ഹാക്കിൽ നിന്ന് ജനിക്കുന്നവൻ തന്നെ നിന്റെ സന്തതി എന്ന് വിളിക്കപ്പെടും. അതായത് തലമുറ അടുത്തത് ഉണ്ടാകാൻ പോകുന്നത് ഇസ്ഹാക്കിൽ നിന്നാണെന്ന് വ്യക്തമായ വാക്ക് ദൈവം പറഞ്ഞിട്ട് അതേ ദൈവം തന്നെ അബ്രഹാമിനോട് പറഞ്ഞു, ഇസ്ഹാക്കിനെ ഓമയാൻ വേണ്ടി. അബ്രഹാം നേരിടുകയാണ് ഒരെത്തും പിടിയില്ലാത്ത ഒരു കാലം. പക്ഷെ അബ്രഹാം എന്ത് ചെയ്യുകയാണ്? അനുസരണത്തിനകത്ത് ഒരു വിട്ടുവീഴ്ചയും വരുത്തിയില്ല. ദൈവം കൽപ്പിച്ചതുപോലെ ചെയ്യുന്ന കാര്യത്തിൽ അവരാരും വിട്ടുവീഴ്ച വരുത്തിയില്ല. അവർ വിശ്വസ്തയോടൊരു കാര്യം ചെയ്തു. എന്ത് സംഭവിക്കും എന്നുള്ളതാണ് ഞങ്ങളുടെ വിഷയം, നാളെ എന്തായി തീരുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിഷയം. ഇന്നൊരു ദിനം ദൈവം ഞങ്ങൾക്ക് ഈ ഭൂമിയിൽ അവശേഷിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വിശ്വസ്തയോടെ ദൈവത്തിനു വേണ്ടി നിലകൊള്ളണം എന്നുള്ള ഒറ്റ തീരുമാനത്തിൽ അവർ അൺസർട്ടനിറ്റിയെ ഫേസ് ചെയ്തു. ഇന്ന് പലരും അനിശ്ചിതത്തിന് നടുവിൽ ഓടുവാ. ഓടി എന്താ സംഭവിക്കുന്നേ? ദൈവത്തിനു വേണ്ടി ഓടുവാനോ അധ്വാനിക്കാനോ കഴിയാതെ അനിശ്ചിതത്വത്തിന്റെ മറുവശം എന്താണെന്നറിയാൻ ഓടി കാലങ്ങളെ പാഴാക്കുക. നോഹയുടെ കാലത്ത് ആ കാര്യം ഒന്ന് പറഞ്ഞിട്ട് എന്തോ അവിടെ സംഭവിച്ചത് നമുക്കറിയാമോ? അപ്പൊ നോഹ എന്ത് ചെയ്യാം? രണ്ട് കാര്യങ്ങൾ പർവ്വത സമാനമായി തന്റെ മുമ്പിൽ നിൽക്കുക. ഒന്ന്, എല്ലാവരും പരിഹസിക്കുന്ന ഒരു വിഷയം, മഴ പെയ്യുകയില്ല, സംഭവിക്കത്തില്ല, ഇതൊരു വ്യർത്ഥമായ പണിയാ, ഇതൊരു പാഴുവേലയാ, ഇതൊരു ഭോഷത്വമാ എന്ന് പറയുമ്പോൾ അദൃശ്യനായ ദൈവത്തെ കണ്ടതുപോലെ ഉറച്ചു നിന്നുകൊണ്ട് ദൈവം പറഞ്ഞാൽ ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പർവ്വത സമാനമായി തന്റെ മുമ്പിൽ നിൽക്കുന്ന അസാധ്യമായ അതേ മഴ, ആരും കാണാത്തൊരു കാര്യം സംഭവിക്കുന്നു പറയുമ്പോൾ അതിനുറച്ച് വിശ്വസിച്ചുകൊണ്ട് എന്തോ ചെയ്യുന്നറിയാമോ? അതിനുറച്ച് വിശ്വസിച്ചുകൊണ്ട് കട്ടിലെ കിടക്കുമല്ല, അതിനുറച്ച് വിശ്വസിച്ചുകൊണ്ട് ദൈവവേലയിൽ വ്യാപൃതരാകുകയാണ്. പാസീവ് ആകുകയല്ല, ആക്റ്റീവ് ആകുക. മനസ്സിനകത്ത് പല പല ചിന്തകൾ, ആകാശത്ത് ഇരുണ്ട് കൂടുന്ന പോലെ അസാധ്യതയുടെ അൺസർട്ടനിറ്റിയുടെ മുമ്പിൽ മനസ്സിനകത്ത് പല ചിന്തകൾ ഉരുട്ട് കൂടുന്നുണ്ട്, തിങ്ങി നിറയുന്നുണ്ട്. പക്ഷെ ലോകമക്കളോട് പറഞ്ഞു, ഇവ നമ്മളെ പ്രവർത്തന നിരതരാക്കാതിരിക്കാൻ തക്കവണ്ണം നമ്മുടെ മുമ്പിൽ തടസ്സമായി നിൽക്കരുത്. നമ്മളോട് പറഞ്ഞ കാര്യങ്ങൾ, നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ നമുക്ക് വിശ്വസ്തയോടെ ചെയ്യും. അപ്പാ ഇസ്ഹാക്ക് ചോദിച്ചു, അപ്പാ നമ്മളിതൊക്കെ ചെയ്തല്ലോ അപ്പാ, പക്ഷെ അപ്പാ നമ്മൾ പോകുന്നതിൽ പ്രധാനമായ പങ്ക് വഹിക്കുന്ന ആട്ടിൻകുട്ടിയുടെ ബ്രഹ്മണ പോലെ യഹോവ കരുതിക്കൊള്ളും. ശേമും ഹാമും യാഫെത്തും ചോദിച്ചു കാണും, അപ്പാ നമ്മൾ ഈ ഗോഫർ വരെ വെട്ടുന്നുണ്ടല്ലോ, അപ്പൊ നമ്മൾ തീര് മേടിച്ച് തേക്കുന്നുണ്ടല്ലോ, നമ്മൾ അറകൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, നമ്മൾ കിളിവാറുകൾ ഉണ്ടാക്കുന്നുണ്ടല്ലോ, മഴ എങ്ങനെ അപ്പാ? നോഹ പറയും, പോലെ ദൈവമാ പറഞ്ഞത് അതുപോലെ സംഭവിക്കും. അപ്പൊ മഴ പെയ്താലും നമ്മളെങ്ങനെ ജീവജാലങ്ങളെ സംരക്ഷിക്കും? അപ്പനെ കൊണ്ട് കഴിയുമോ ഇവയൊക്കെ പിടിച്ചു ചേർക്കുവാൻ? നോഹ പറഞ്ഞിട്ടുണ്ട്, മക്കളെ ദൈവമാ പറഞ്ഞെങ്കിൽ എനിക്ക് കഴിയാത്ത ചെയ്യുവാൻ അവന് കഴിയും. പ്രിയരെ, ദൈവം നമ്മുടെ മുമ്പിൽ അനിശ്ചിതത്തിന്റെ കാലഘട്ടം അനുവദിക്കുന്നത് വായിൽ തോന്നിയത് വിളിച്ചു പറയാനല്ല, നിർവഹിക്കാനുള്ള കാലഘട്ടത്തിനത്, മറിച്ച് ദൈവത്തിന് വേണ്ടി ഉറച്ചു നിന്നുകൊണ്ട് നമ്മുടെ വിശ്വാസത്തെ ദൈവത്തിന് മുമ്പിൽ വെളിപ്പെടുത്തിക്കൊണ്ട് ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സേവിക്കും എന്ന് പറയാനുള്ള കാലഘട്ടം. നമ്മുടെ വിചാരം നമ്മുടെ മക്കൾ മാത്രമേ ചോദ്യമൊക്കെ ചോദിക്കണം. ഇസ്ഹാക്ക് ചോദിച്ചെങ്കിൽ ക്ഷേമം ആഫിയാഫെത്തും ഉറപ്പായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഏകദേശം 120 വർഷം കഴിഞ്ഞാ മഴ പെയ്യുന്നേ. ഞാൻ ഓർക്കുക, ഈ 500-ാം വയസ്സിൽ ആരംഭിച്ച വേല നോഹയുടെ 600-ാം സംവത്സരം 2-ാം മാസം 17-ാം തീയതി വരെ
പൂർത്തീകരിപ്പാൻ നോഹ എന്തെല്ലാം മാനസിക സമ്മർദ്ദങ്ങൾ അനുഭവിച്ചു കാണും. ഏതെല്ലാം ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കണമെന്ന് കാണും. ഉത്തരം കിട്ടിയവരൊക്കെ കൺവിൻസ്ഡ് ആയോ? ഇല്ല. ഞാൻ എപ്പോഴും ദൈവമക്കളോട് പറഞ്ഞൊരു കാര്യമാണ്, വിശ്വാസത്താൽ അബ്രഹാം പറഞ്ഞു ഇസ്ഹാക്ക് കൺവിൻസ്ഡ് ആയോ? നോക്കി ദൈവമക്കളെ, വിശ്വാസം നടക്കുന്ന ഒരു ദൈവത്തിന്റെ ഉത്തരം ആർക്ക് കൊടുക്കുന്നു? അവന് കൺവിൻസ്ഡ് ആകാനല്ല, കേൾക്കുന്ന ദൈവത്തിനെ പ്രസാദിപ്പിക്കാനായിരിക്കണം വിശ്വാസ ഉത്തരം കൊടുക്കേണ്ടത്. ആരോട് ഉത്തരം പറയുന്നോ അവർക്ക് തൃപ്തി പ്രാപിച്ചോ നോക്കണ്ട, അവർ വിശ്വസിച്ചോ നോക്കണ്ട, അവര് കൺവിൻസ്ഡ് ആയോ നോക്കണ്ട. പക്ഷെ അവരെ കൊണ്ട് ചോദ്യം ചോദിപ്പിക്കുന്ന പോലെ ദൈവമാണ്. എന്താണെന്നറിയോ? നമുക്ക് ദൈവത്തിൽ നിർത്താനുള്ള അവസരം. നോഹ കൽപ്പിച്ച പോലെ ചെയ്തു. ദൈവം കൽപ്പിച്ച പോലെ, ദൈവം ഞാൻ ചെയ്തെന്ന് പറഞ്ഞൊക്കെ ചെയ്തോ? ആർക്കും ബൈബിൾ പോലും നോക്കണ്ട അല്ലേ? അപ്പം ദൈവം കൽപ്പിച്ചതുപോലൊക്കെ ദൈവം ചെയ്തോന്ന് ഞാൻ ഇന്ന് രാത്രി നിങ്ങളോട് ചോദിക്കുമ്പോ നിങ്ങളല്ലേ ഒരു കുറ്റത്തോടെ നോക്കും. നിങ്ങളാരും പെട്ടെന്ന് കുഞ്ഞ് ബൈബിള് നോക്കത്ത് പോലെ. ഏതാണെന്നറിയോ? എന്നെ കേൾക്കുന്ന നിങ്ങൾക്കും നിങ്ങളോട് സംസാരിക്കുന്ന എനിക്കും 100% കോൺഫിഡൻസ് ഉണ്ട്. പക്ഷെ എന്താ നമ്മുടെ കാര്യത്തിൽ അതില്ലാത്ത? ദൈവം പറഞ്ഞാൽ പിന്നെ ചെയ്യത്തില്ലേ? അതിന് ബൈബിൾ അരിച്ചു പറക്കേണ്ട കാര്യം? അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രി കേട്ടോ, തന്റെ മക്കളെ നടത്തുന്ന കാര്യത്തിൽ ദൈവം നടത്തിയിരിക്കും, പ്രവർത്തിച്ചിരിക്കും, തന്റെ മഹത്വം വെളിപ്പെടുത്തിയിരിക്കും. അവൻ അതിന് ഒട്ടും അടി കാണിക്കും ദൈവമല്ല. അതിന് നോഹയുടെ കാര്യത്തിൽ ദൈവം ചെയ്തെങ്കിൽ നമുക്ക് സംശയമില്ലെങ്കിൽ നമ്മുടെ കാര്യത്തിൽ നമുക്ക് സംശയിക്കേണ്ട കാര്യമില്ല. എന്ത് പറയുന്നു? ഇങ്ങനെ നോഹ കൽപ്പിച്ചതുപോലൊക്കെ ചെയ്തല്ലോ, ചെയ്തു. എന്നാൽ അങ്ങനെ ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ എന്താണ് അവിടെ സംഭവിച്ചത്? നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നിങ്ങൾക്ക് എല്ലാവർക്കും 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അങ്ങനെ എന്ത് സംഭവിക്കുകയാണ്? 7-ാം അധ്യായം വരുമ്പോൾ അതിന്റെ 11-ാം വാക്യം, അസാധ്യങ്ങളെ 120 വർഷം, ഏകദേശം 120 വർഷം, അതെ 100 വർഷത്തിലധികം ഒരു മനുഷ്യൻ വിശ്വസ്തയോടെ ദൈവത്തെ സേവിച്ചും സ്നേഹിച്ചും പാസീവ് ആകാതെ, നിഷ്ക്രിയനാകാതെ, അതെ ക്രിയാത്മകമായി തന്റെ കുടുംബത്തെ കൂടെ ദൈവവേലയിൽ പങ്കാളികളാക്കി, നാട്ടുകാരുടെ നിന്ന ഏറ്റുകൊണ്ട്, അപമാനം സഹിച്ചുകൊണ്ട്, അൺസർട്ടനിറ്റിയെ ഫേസ് ചെയ്തുകൊണ്ട്, നടക്കാത്തൊരു കാര്യം ദൈവം നടത്തും എന്ന് വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട് പോയ മനുഷ്യന്റെ ജീവിതത്തിൽ എന്തുകൊണ്ട് എഴുതി വെച്ചിരിക്കുന്ന 7-11 നോഹയുടെ ആയുസിന്റെ 600-ാം സംവത്സരത്തിൽ 2-ാം മാസം 17-ാം തീയതി അന്നു തന്നെ ആഴിയുടെ ഉറവുകളൊക്കെ പിളർന്നു, ആകാശത്തിന്റെ കിളിവാതിലുകളും തുറന്നു. അപ്പോൾ ആഴിയുടെ ഉറവകളെയും ആകാശത്തിന്റെ കിളിവാതിലെയും തുറക്കാൻ 120 വർഷം അതോർത്ത് നോക്ക ടെൻഷൻ അടിച്ചിരുന്നെങ്കിൽ പെട്ടകം ഉയരത്തില്ല. പ്രിയരെ, ഇന്ന് രാത്രി ദൈവം കേൾക്കുമ്പോൾ ഓർത്തോണം, ദൈവം ചെയ്തെടുക്കേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ടെൻഷൻ അടിക്കല്ലേ, അതിനകത്ത് ആദ്യം പിടിക്കരുത്. ദൈവത്തിന്റെ പക്കൽ ഉറവകളുണ്ട്, ദൈവത്തിന്റെ പക്കൽ സോഴ്സുകളുണ്ട്, റിസോഴ്സുകളുണ്ട്. ദൈവം തുറന്നോളും. നാം വിശ്വസ്തയോടെ അവന് വേണ്ടി നിലനിന്നാൽ മാത്രം മതി. ഇനി നോഹയ്ക്ക് ഒരു കാര്യം കൂടെ നടക്കണം. എന്താണ് ആ കാര്യം? നീ ചേർത്തുകൊള്ളണമെന്ന് പറഞ്ഞത് തനിക്ക് ചേർത്തുകൊള്ളുവാൻ കഴിയാത്തതിനെ എങ്ങനെ സംഭവിച്ചു? ഇങ്ങനെയാണ് അവിടെ എഴുതിയിരിക്കുന്നത്. 7-ാം അധ്യായത്തിന്റെ അതിന്റെ 14-ാം വാക്യം, അതിന്റെ 14-ാം വാക്യം, അതത് തരം കാട്ടുമൃഗങ്ങളും അതത് തരം കന്നുകാലികളും നിലത്തിഴയുന്ന അതത് തരം ഇടജാതികളും അതത് തരം പറവകളും അതത് തരം പക്ഷികളും തന്നെ ജീവശ്വാസമുള്ള സർവ്വജനത്തിൽ നിന്നും ഈരണ്ട് നോഹയുടെ അടുക്കൽ വന്ന് പെട്ടകത്തിൽ കടന്നു. ദൈവം അവനോട് കൽപ്പിച്ചതുപോലെ അകത്ത് കടന്നവ സർവ്വജനത്തിൽ നിന്ന് ആണും പെണ്ണുമായി കടന്നു. വേറെ നിങ്ങൾക്കറിയാത്ത വേദഭാഗമൊന്നുമല്ല ഞാൻ വായിച്ചേ. ഈ 2 കാര്യമായിരുന്നു നോഹയുടെ മുമ്പിലെ വെല്ലുവിളി. ഈ 2 കാര്യം നോഹ ആരെ പരിമേൽപ്പിച്ചു? ദൈവത്തെ പരിമേൽപ്പിച്ചു. ദൈവം കേട്ടുകൊള്ളുക. ഇന്ന് രാത്രി ദൈവം ആഴിയുടെ ഉറവളെ തുറന്നു കഴിയുമ്പോൾ നമുക്ക് അനുസരിക്കാൻ പിന്നെ ചാൻസ് ഇല്ല. ദൈവം ആകാശത്തെ കിളിവാതിലെ തുറന്നു കഴിഞ്ഞല്ല നമ്മുടെ റെസ്പോൺസിബിലിറ്റിക്ക് പിന്നെ ടൈമില്ല. നോക്കിയോ, എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞോളൂ, ദൈവം ആരംഭിക്കും. പക്ഷേ അവിടെ നമ്മുടെ പ്രവൃത്തി അവസാനിക്കും. ദൈവത്തിന്റെ പ്രവൃത്തി ആരംഭിക്കുന്നിടത്തേക്ക് നമ്മുടെ പ്രവൃത്തി പൂർത്തീകരിച്ചിരിക്കണം. ദൈവം അസാധ്യങ്ങളെ സാധ്യമാക്കുമ്പോഴത്തേക്ക് നാം നമ്മുടെ വിശ്വാസത്തിൽ വളർന്നിരിക്കണം. ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് വിശ്വസിച്ചവരും ദൈവത്തിന്റെ പ്രവൃത്തി കണ്ട് ആത്മീയവരും ദൈവത്തിന്റെ പ്രവൃത്തിയിൽ ആഘോഷിച്ച് ഒത്തിരി പേരുണ്ട്. പക്ഷെ ദൈവത്തിന്റെ ഭക്തന്മാരെ അൺസർട്ടനിറ്റിയുടെ മുമ്പിൽ, അനിശ്ചിതത്വത്തിന്റെ മുമ്പിൽ
എനിക്കൊരു എത്തുപിടിയില്ല, പ്രാർത്ഥിച്ചിട്ട് ഒന്നും മനസ്സിലാവുന്നില്ല. ഈ ദൈവത്തെ ഞങ്ങൾ ഏകാഗ്രതയോടെ സേവിക്കുന്നുണ്ട്, പക്ഷെ എന്തുകൊണ്ടാണ് മനസ്സിലാവുന്നില്ല? അയ്യോ പ്രിയ ദൈവമക്കളെ, ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് തന്റെ വചനത്തോടെ നമ്മളോട് അരുളി ചെയ്യാണ്, അങ്ങനെ തന്നെ വേണം. നിങ്ങൾ അതിനെ ഒരു അസ്വാഭാവികതയായി കാണരുതേ. നമ്മളതിനെ ഒരു എന്താ പറയണേ, അയ്യോ ഇത് അപൂർവമാ, നമ്മുടെ കാര്യം അപൂർവമാ. ജഡ്ജിയൊക്കെ വിധി പറയുന്ന പോലെ അപൂർവമായ കേസൊന്നുമല്ല നമ്മള്. തന്റെ ഭക്തന്മാരെ നടത്തിയ അതേ വഴികളിലാ നമ്മളെ നടത്തുന്നേ. നമ്മൾ പറയുകയാണ് സിസ്റ്ററെ അങ്ങനല്ല, റിനടി പറയുന്ന പോലല്ല റിനടി, ഞങ്ങളുടെ ഒരു അപൂർവ കേസ. അങ്ങനെ പറയല്ലേ പ്രിയ ദൈവമക്കളെ. ദൈവം തന്റെ ഭക്തന്മാരെ തന്റെ പുത്രനെ പോലും അതിൽ ഒഴിവാക്കിയില്ല. നാം പറയണം, ഞങ്ങൾക്കാണ് എത്തുപിടിയില്ലാത്തത്. ദൈവത്തിന് വ്യക്തമായ പൂർണ്ണ നിശ്ചയ വിഷയത്തെ കുറിച്ച് ഉണ്ട്. എന്താ തെളിവുണ്ടെന്നുള്ളത് എഴുതി വെച്ചത് നിങ്ങൾ ശ്രദ്ധിച്ചോ? എങ്ങനെ എഴുതി വെച്ചത്? അങ്ങനെ ഇരിക്കെ ഏതോ ഒരു കാലഘട്ടത്തിൽ നോഗയും കുഞ്ഞുങ്ങളും അങ്ങനെ ഇരിക്കുമ്പോൾ എപ്പോഴും ഒരു പ്രഭാതത്തിൽ ആയുടെ ഉറവകൾ എങ്ങനെയാണോ കൃത്യമായി എഴുതി വെച്ചു. എന്റെ ജീവിതത്തെ ഇന്നും ഞാൻ അത് വായിക്കുമ്പോ എത്ര വർഷങ്ങളായി ഞാൻ വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന ഒരു വേദഭാഗമാണ്. ഇന്നും എന്നെ കോരിത്തെരിപ്പിക്കുന്ന, രോമാഞ്ചം അണയിപ്പിക്കുന്ന, എന്റെ അകത്തെ തുടിപ്പിക്കുന്ന, എന്റെ കർത്താവിനെ അള്ളി പിടിക്കാൻ തോന്നുന്ന ജയത്തിന്റെ ഒരു വചനമാണ് നോഹയുടെ 600-ാം സംവത്സരം. അത് കാണാൻ പഠിച്ചു വെച്ചേപ്പാ. നോഹയുടെ 600-ാം സംവത്സരം 2-ാം മാസം 17-ാം തീയതി. അൺസർട്ടനിറ്റിയുടെ ഉത്തരം ശ്രദ്ധിച്ചോ കേട്ടോ. ഞാനും നിങ്ങളും ഇന്ന് പറയുന്ന അനിശ്ചിതങ്ങളുണ്ടല്ലോ, എത്തുപിടിയില്ലാത്ത കാലത്തെ കുറിച്ചുള്ള ദൈവത്തിന്റെ കണക്ക്, അത് ഓർത്തോണം. ദൈവത്തിന്റെ സ്വഭാവത്തെ ധ്യാനിച്ചോണം. തന്റെ ഭക്തന്മാരോടും തന്റെ പുത്രനോടും ദൈവം പ്രവർത്തിച്ച രീതിയെ ദൈവമക്കൾ ധ്യാനിച്ചോണം. ഇന്ന് ദൈവന കൊലോസ്യ ലേഖനത്തിലേക്ക് നമ്മൾ കടക്കുന്നതിന് മുമ്പ് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തോടെ ഇടപെടുന്ന ഈ വാക്യങ്ങൾ, വചനങ്ങൾ, വേദഭാഗങ്ങളെ ഒന്നുകൂടി ഇരുത്തി ചിന്തിച്ചാട്ട് നമ്മളിൽ ആരെങ്കിലും ചിന്തിക്കുകയാണോ? പറയുന്നതല്ല ഒരു ന്യൂ ലൈഫ് ഒക്കെ ജീവിക്കണമെന്നുണ്ട്, കർത്താവിന് വേണ്ടി ആക്റ്റീവ് ആവണമെന്നുണ്ട്. പക്ഷെ വി ആർ ഫേസിങ് അൺസർട്ടനിറ്റി. യു ആർ നോട്ട് ദ വൺ. യു ആർ നോട്ട് ദ വൺ. ഒരിക്കലും അങ്ങനെ ചിന്തിക്കരുത്. അൺസർട്ടനിറ്റി ഫേസ് ചെയ്ത് അങ്ങനെ ചിന്തിക്കരുത്. നമ്മളല്ല ആദ്യത്തെ ആൾക്കാർ അൺസർട്ടനിറ്റി ഫേസ് ചെയ്യുന്ന അതൊരു നിരനിരയായി ദൈവം അങ്ങനെ ചെയ്തു വരുന്നുണ്ട്. ആ കൂട്ടത്തിൽ ഒരാൾ മാത്രമാണ്. നമുക്ക് എത്തുപിടിയില്ലാത്തതിനൊക്കെ ദൈവത്തിന് എത്തുപിടിയില്ലെന്ന് കരുതല്ലേ. നമ്മളുടെ കയ്യിൽ നിന്ന് പിടിവിട്ടുപോയി കാര്യങ്ങൾ പറഞ്ഞ് ദൈവത്തിന്റെ കയ്യിൽ നിന്ന് പിടിവിട്ടുപോയെന്ന് കരുതരുത്. അത് അബദ്ധമാ, അത് ഭോഷത്വമാ. നമുക്ക് ഇന്ന് രാത്രി ഇങ്ങനൊന്ന് ചിന്തിക്കാം. ദൈവമേ, ഞങ്ങളെ ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്തങ്ങളിൽ ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ ഞങ്ങളുടെ ജീവിതത്തിന്റെ അസാധ്യതകളെ അനുവദിക്കരുത്. ഞങ്ങളുടെ ജീവിതത്തിന്റെ അനിശ്ചിതത്വങ്ങളെ അനുവദിക്കരുത്. ഞങ്ങൾ പ്രാർത്ഥിച്ചു, നീ അതിനെ കുറിച്ചൊന്നും പറയുന്നില്ല, നീ ആ വിഷയത്തിൽ പ്രവർത്തിക്കുന്നില്ല, നീ കാലം നീട്ടുന്നു, നീ മൗനം പാലിക്കുന്നു, നീ എന്ന വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. നോഹയോട് വ്യക്തമായി സംസാരിക്കുന്നുണ്ട്, അബ്രഹാമോട് വ്യക്തമായി സംസാരിക്കുന്നുണ്ട്. പക്ഷെ പറഞ്ഞതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ചെയ്യുന്ന പോലെ ദൈവം ഇടപെടുന്നു. പക്ഷെ അവര് തീരുമാനിച്ചു, ദൈവം എങ്ങനെ പെരുമാറിയാലും ഈ സമയം ദൈവത്തോട് പിറുപിറുക്കാനുള്ള സമയമല്ല, ദൈവത്തോട് പറ്റിച്ചേരാനുള്ള സമയമാണ്. ഇന്ന് രാത്രി വീണ്ടും പരിശുദ്ധാത്മാവ് നമ്മളോട് ഓർപ്പിക്കുകയാണ്, അൺസർട്ടനിറ്റി എന്ന് പറയുന്നത് ദൈവത്തിൽ നിന്ന് അകലാനുള്ള സമയമല്ല, ദൈവത്തോട് ഏറ്റവും അടുക്കാനുള്ള സമയം. ജീവിതത്തിന്റെ അനിശ്ചിതത്വം എത്തുപിടിയില്ലാത്ത ഒരു തരത്തിലും മുന്നോട്ട് നീങ്ങാൻ പറ്റുന്നില്ല. മനസ്സിലാകുന്നില്ല ദൈവം എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്, ഇതെങ്ങനെ സംഭവിക്കുമെന്ന. ഞങ്ങൾ ഇതൊക്കെ ചെയ്തു വെച്ചാലും ഇതെങ്ങനെ സംഭവിക്കുമെന്ന ഒരു കാലമുണ്ടെങ്കിൽ ഓർത്തുകൊള്ളുക, ആ കാലമാണ് നമുക്ക് അടുത്ത് ചെന്നുകൊണ്ട് അവനോട് പറ്റിയിരുന്നുകൊണ്ട് അവനെ മഹത്വപ്പെടുത്താനുള്ള കാലമാണ്. ദൈവം സർട്ടനായി സുനിശ്ചിതമായി നമ്മുടെ അൺസർട്ടനിറ്റിയെ മാറ്റും. ഈ രാത്രി ഞാൻ ഈ ദൈവം ചിന്തിക്കാൻ പ്രീപ്ലാൻ ആയിട്ട് വന്നതല്ല, പക്ഷെ എന്റെ ഹൃദയങ്ങളിൽ പലപ്പോഴും കുറച്ച് കാലങ്ങളായി ഞാൻ പലരോട് പേഴ്സണലായിട്ട് സംസാരിച്ചിട്ട് പല പ്രാവശ്യം പല ഇടങ്ങളിൽ സംസാരിക്കേണ്ട വന്നിട്ടുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഒന്നും കൂടെ ആവർത്തിക്കാൻ ദൈവത്തിന്റെ ആത്മാവ് ഒരു നിയോഗത്തിലാണ് ഞാൻ ചെയ്തത്. അതുകൊണ്ട് ഒരു എക്സ്ക്യൂസ് ആരും പറയരുത്. ഞങ്ങളുടെ ജീവിതത്തിന്റെ 2 തട്ട് ഞങ്ങൾ കാണുന്നു. ഒന്ന്, ക്ലിയർ കട്ടായി ദൈവം ഞങ്ങളോട് സംസാരിക്കുന്നു, വളരെ വ്യക്തമായിട്ട് ഞങ്ങളോട് ഇടപെടുന്നു, ഞങ്ങളുടെ ഹൃദയങ്ങളെ അറിയും, ഞങ്ങളുടെ തെറ്റുകളെ തിരുത്തുന്നു, ഞങ്ങളെ നേർവഴി നടത്തുന്നു. അതേ കർത്താവ് തന്നെ ഞങ്ങൾ ഏറ്റവും ആഗ്രഹിക്കുകയും പ്രതീക്ഷിക്കുകയും ഞങ്ങൾക്ക് ഏറ്റവും മാറ്റം എന്താ ഞങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്യുന്ന മേഖലകളിൽ ദൈവം മൗനമായിരിക്കുന്നു, അനിശ്ചയത്തിലൂടെ ഞങ്ങളെ നടത്തുന്നു. ചോദ്യം, ഞങ്ങൾ എന്ത് ചെയ്യണം? ഉത്തരം, അബ്രഹാം മുന്നോട്ട് പോയ പോലെ പോകാം.
അനുസരിക്കുക. നോഹ അനുസരിച്ച് വേല ചെയ്തുപോലെ ചെയ്യുക. യോസഫ് ദൈവത്തിന്റെ സാന്നിധ്യം മുറുകെ പിടിച്ച പോലെ അൺസർട്ടനിറ്റിയെ ഫേസ് ചെയ്യുക. അൺസർട്ടനിറ്റി ഒക്കെ മാറ്റി ദൈവം സർട്ടനായി നിശ്ചയമായി പ്രവർത്തിക്കുമ്പോൾ നമ്മൾ എവിടെ കാണണം? ദൈവത്തിന്റെ വേലയിൽ ആക്റ്റീവായി. തയ്യാറാണല്ലോ എല്ലാവരും അതിന്? അസാധ്യങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ രാത്രി തയ്യാറാണോ? ദൈവത്തിന്റെ മേഖലയിൽ കൈകടത്താതെ നമ്മളോട് വ്യക്തമായി സംസാരിച്ച മേഖലകളിൽ വിശ്വസ്തരായിരിക്കാൻ നാം തയ്യാറാണോ? ആണെങ്കിൽ ക്രിസ്തീയ ജീവിതത്തിന്റെ മഹത്വം, ദൈവപ്രവൃത്തിയുടെ മഹത്വം നാം കാണുക തന്നെ. Don't interfere in God's business. ദൈവത്തിന്റെ കാര്യപരിപാടികൾ ദയവായി നമ്മൾ ഇടപെടരുത്. Let him do it in his time. It will be beautiful. It will be amazing. അത് ഭയങ്കര മനോഹരവും അത് വലിയൊരു എന്താ പറയണേ, വർണ്ണിക്കാൻ കഴിയാത്തതുമായിരിക്കും. അതിനകത്ത് നാം ഇടപെടല്ലേ? നാം ഒന്നത്. രണ്ട്, നാം അവന്റെ പ്രവൃത്തി അതേ നമ്മുടെ ജീവിതത്തിൽ അനിശ്ചിതമായി അല്ലെങ്കിൽ എത്തുവിടെ നിൽക്കുന്നവർ നാം നിഷ്ക്രിയരായി പോകുന്നത്. ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. എങ്ങനെ പ്രവർത്തിക്കും? എങ്ങനെ ഒരു ഒപ്പിച്ച ഒരു വിധത്തിൽ എന്താക്കി കൂട്ടുന്നില്ല. കൃത്യമായ കണക്കോടും കൃത്യമായ കാലത്തോടും സമയത്തോടും കൂടെ ദൈവം നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. തന്റെ ഭക്തന്മാർക്ക് വേണ്ടി പുത്രനെ വേണ്ടി പ്രവർത്തിച്ചു, നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. യാതൊരു സംശയമില്ല. കൊലോസ്യയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ നമുക്ക് ഇന്ന് ചിന്തിക്കേണ്ട ഭാഗം കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 13-14 വാക്യങ്ങളാണ്. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും അവനോട് ജീവിപ്പിച്ചു. ഇതാണ് 13-ാം വാക്യം. ഈ വാക്യം അതിന്റെ മുകളിലുള്ള ഭാഗം വളരെ വളരെ ആഴമായി ചിന്തിച്ച് റിപ്പീറ്റ് ചെയ്ത് പറഞ്ഞ് ഒക്കെ മുന്നോട്ട് പോയതാണ്. 2-ാം അധ്യായം 11-12 വാക്യങ്ങളുടെ ആ ആഴമായ ആ സാരാംശം ഞാൻ പറഞ്ഞു. ക്രിസ്തുവിനോട് ചേർന്ന ഒരു വിശ്വാസി ഉടലെടുക്കുന്ന ആഴമായ ആത്മീയ രൂപാന്തരത്തെ പറ്റിയാണ് ഈ വാക്യങ്ങൾ അർത്ഥമാക്കുന്നത്. അത് സ്നാനത്തിലൂടെ പ്രദർശിപ്പിക്കുകയും മാനുഷ്യ പ്രവൃത്തിയിലല്ല ദൈവത്തിന്റെ കൃപയുടെ ശക്തിയിലാണ് അഗ്രചർമ്മം നീക്കുന്ന, ഹൃദയത്തിന്റെ അഗ്രചർമ്മം നീക്കുന്ന സ്പിരിച്വൽ സർക്കംസിഷൻ നടക്കുന്നത് ദൈവത്തിന്റെ കൃപയുടെ ശക്തിയാലാണ്. അതെ, ഫിസിക്കൽ സർക്കംസിഷൻ നടക്കുന്നത്, ശാരീരിക പരിശീലനം നടക്കുന്നത് മനുഷ്യന്റെ കൈയാലും, ആത്മീക പരിശീലനം നടക്കുന്നത് ദൈവകൃപയുടെ ശക്തിയാലും. ഈ ആ വാക്യങ്ങളുടെ അർത്ഥം നമ്മൾ ഗ്രഹിച്ചു. 13-ാം വാക്യവും 14-ാം വാക്യവും നമ്മൾ ചിന്തിക്കുമ്പോൾ 13-ാം വാക്യം ഇങ്ങനെയാണ് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ വായിക്കാം. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായിരുന്ന നിങ്ങളെയും ദൈവം ക്രിസ്തുവിനോടുകൂടെ അവനോടുകൂടെ എന്നൊക്കെയാണ് പറയുന്നത് അല്ലെ? ദൈവം ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. ഒന്നുകൂടെ വായിക്കാം. അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നേ, കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, ജഡശരീരം മുരിഞ്ഞു കിടന്നെന്ന് വെച്ചാൽ എന്താണ്? ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തതാണ്. നിങ്ങളുടെ അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചതായിരുന്ന നിങ്ങളെയും ദൈവം ക്രിസ്തുവിനോടുകൂടെ ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു. നമ്മുടെ വേർഷനില് ക്ഷമിച്ചാന്നാണ്, ക്ഷമിച്ചാന്നല്ല, അവിടെ ഒരു കുരിപ്പൂടമുണ്ട്. നമ്മുടെ വേർഷനിൽ അതില്ല, ശ്രദ്ധിക്കണേ. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചാന്നല്ല, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ച്, എന്നിട്ടാണ് നമ്മോട് ക്ഷമിച്ചു വീണ്ടും പറയുന്നു, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു. ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് വായിച്ചു, ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന്. എന്താണ് 13-ാം വാക്യം അർത്ഥമാക്കുന്നത്? 11-ഉം 12-ഉം പറഞ്ഞു വന്നിട്ട് കൺക്ലൂഡ് ചെയ്യാണേ. യു വെർ ഡെഡ്. നിങ്ങൾ രണ്ട് കാര്യങ്ങളിൽ നിങ്ങൾ മരിച്ചവരായിരുന്നു. എന്താണ് ഈ ജഡത്തിന്റെ അഗ്രചർമ്മത്തിൽ മരിച്ചെന്ന് പറഞ്ഞാൽ? ഇനിയെങ്കിലും ദൈവമക്കൾ ഓർക്കണേ, അതിക്രമങ്ങളിലും സിൻഫുൾ നേച്ചർ പരിച്ഛേദനം ഏൽക്ക. എന്ത് ഈ ജഡത്തിന്റെ അഗ്രചർമ്മം എന്ന് പറഞ്ഞാൽ? അഗ്രചർമ്മം പരിച്ഛേദന ഏൽക്കാത്തതാണ് അഗ്രചർമ്മം എന്ന് പറയുന്നത്. അതിക്രമങ്ങളിലും പരിച്ഛേദനം ഏൽക്കാത്ത പാപപ്രകൃതി, അതായത് ഹൃദയത്തിന് മാറ്റം വരാത്ത ആ പ്രൗഢും, നമ്മളെ ചിന്തിച്ചല്ലോ, ദൈവത്തിന് സറണ്ടർ ചെയ്യാത്ത, പ്രൈഡും പവറും പിടിച്ചിരിക്കുന്ന, മാറ്റമില്ലാത്ത ഹൃദയത്തിന്റെ ഉടമയാണ് പരിച്ഛേദനം ഏൽക്കാത്തതെന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത്. അതിക്രമങ്ങളിലും
പരിച്ഛേദനം ഏൽക്കാത്ത പാപപ്രകൃതിയിലും. നമ്മുടെ വേർഷനിൽ എങ്ങനെ? അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും എന്ന് വെച്ചാൽ രണ്ട് കാര്യങ്ങൾ പറയുന്നു. രണ്ട് കാര്യം. നിങ്ങൾ മരിച്ചവരായിരുന്നു. ഒന്ന്, പാപത്തിൽ. നമ്മുടെ പാപത്തിൽ അതിക്രമങ്ങളാലും പാപങ്ങളാലും നമ്മുടെ ആത്മാവ് മരിച്ചിരുന്നു. ദൈവവുമായി നമുക്കൊരു ബന്ധവും ഇല്ലായിരുന്നു. ഇതുപോലെ തന്നെ പാപം നമ്മൾ കർത്തൃത്വം നടത്തി നമ്മൾ ദൈവത്തിന് സന്നിധിയിൽ മരിച്ചവര് ആയിരുന്നു. രണ്ട്, പാപപ്രകൃതിയിലും നാം മരിച്ചു. ഇതാണ് ഇത്രയുള്ള കാര്യം. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വായിക്കുമ്പം തോന്നിയാലും എന്താണ് അതിനെ രണ്ട് മനസ്സിലോട്ട് രണ്ട് കാര്യം നിങ്ങളുടെ ഹൃദയത്തിൽ വെച്ച് ദൈവം നമ്മളോട് ക്ഷമിച്ചു. നമ്മുടെ അതിക്രമങ്ങളെ നമ്മളോട് ക്ഷമിച്ചു. അത് നമുക്കെല്ലാം അറിയാം. നമ്മൾ വീണ്ടും ജനത്തിൽ സംഭവിച്ച നമ്മളത് വിശ്വസിച്ചപ്പോഴാണ് നമുക്ക് ആ പാപക്ഷമ ലഭിച്ചു. പക്ഷെ സ്നാനത്തിന് എന്താ സംഭവിച്ചത്? ഇത് മുകളിൽ പറഞ്ഞ കാര്യത്തിന്റെ ഒരു കൺക്ലൂഷനാണ്. എന്താണെന്നറിയോ? ദൈവം നമ്മുടെ പാപപ്രകൃതിയെ കൂടെ മാറ്റുവാനുള്ള കാര്യം ചെയ്തതാണ് ഇവിടെ പറയുന്നത്. അതിക്രമങ്ങളിലും പരിച്ഛേദനം ഏൽക്കാത്ത പാപപ്രകൃതിയിലും മരിച്ചവരായിരുന്ന നിങ്ങളെ ദൈവം, അവനോടുകൂടെയാണ് നമ്മുടെ വേർഷൻ, ദൈവം ക്രിസ്തുവിനോടുകൂടെ ജീവനുള്ളവനാണ്. അപ്പൊ പാപങ്ങളെ ക്ഷമിച്ചു. അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് സ്നാനപ്പെടുമ്പോഴല്ല പാപങ്ങൾ ക്ഷമിക്കപ്പെടുന്നത്. പാപം ക്ഷമിക്കപ്പെട്ടവർ, മാനസാന്തരപ്പെട്ടവർ, ദൈവത്തിൽ നിന്ന് പാപക്ഷമ പ്രാപിച്ചവർ വീണ്ടും ജനിക്കപ്പെട്ടാണ് സ്നാനപ്പെടേണ്ടത്. പക്ഷെ സ്നാനത്തിലാണ് രണ്ടാമത്തെ കാര്യം നടക്കുന്നത്, പാപപ്രകൃതിയിലുള്ള പരിച്ഛേദനം. അതാണ് ഇത്രയും രണ്ടാഴ്ചയായിട്ട് നമ്മൾ ചിന്തിച്ച് വന്നു. ഈ സെന്റൻസിന്റെ അർത്ഥം ഞാൻ പറയുന്നത്, യു വെയർ ഡെഡ്. രണ്ട് കാര്യത്തിൽ എന്താണ്? യുവർ സിൻസ് ആൻഡ് യുവർ സിൻഫുൾ നേച്ചർ. എന്താണ് ഈ സിൻസിന്റെ പാപത്തിന്റെ കാര്യത്തിൽ കർത്താവ് എന്ത് ചെയ്തെന്ന് അറിയാവോ? അതാണ് പറയുന്നത്, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു. രണ്ടാമത്തെ ഭാഗം ഞാൻ പറഞ്ഞത്, അതിക്രമങ്ങളിലും നിങ്ങളുടെ ജഡത്തിന്റെ അഗ്രചർമ്മത്തിലും മരിച്ചവരായത് നിങ്ങളെയും ദൈവം ക്രിസ്തുവിനോട് ജീവിപ്പിച്ചു. അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു. ദൈവം നമുക്ക് പാപക്ഷമ നൽകി തന്നു. God forgave all our sins through Christ. ഇനി രണ്ട്, നമ്മൾ എന്ത് നടക്കണമായിരുന്നു? നമ്മളെ ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞ ഓർക്കുന്നുണ്ടോ? കൈകൊണ്ടല്ലാത്ത പരിച്ഛേദന എന്ന് പറഞ്ഞിട്ട് ഞാൻ ഒരു കാര്യം വായിച്ചൊരു ഒത്തിരി പ്രാവശ്യം എക്സ്പ്ലെയിൻ ചെയ്ത ഒരു ഭാഗമുണ്ട്. എന്താണത്? നിങ്ങളുടെ 11ാം വാക്യം, അവനിൽ നിങ്ങൾക്ക് ക്രിസ്തുവിന്റെ പരിച്ഛേദനയാൽ ജഡശരീരം ഉരിഞ്ഞു കളഞ്ഞതിനാൽ തന്നെ കൈ കൊണ്ടല്ലാത്ത ലഭിച്ചു. അപ്പം രണ്ട് കാര്യം നമ്മുടെ ജീവിതത്തിൽ നടന്നു. ഒന്ന്, നാം ക്രിസ്തുവിൽ അവൻ നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു എന്ന് നാം വിശ്വസിച്ചപ്പോൾ ദൈവം എന്ത് ചെയ്തു? നമ്മുടെ പാപങ്ങളെ നമ്മോട് ക്ഷമിച്ചു. ഇനി നമുക്ക് എന്താ ബാക്കി നിൽക്കുന്നത്? പാപപ്രകൃതി, ജഡശരീരം ഉരിഞ്ഞു കളയുക, അല്ലെങ്കിൽ ഇപ്പൊ നമ്മൾ വായിച്ച ജഡത്തിന്റെ അഗ്രചർമ്മത്തിൽ മരിച്ചവരായിരിക്കുന്നു. ആ സിൻഫുൾ നേച്ചറിൽ നിന്ന് പരിച്ഛേദനമേൽക്കാത്ത, ഹൃദയം ദൈവത്തിന് വിട്ടുകൊടുക്കാത്ത, സറണ്ടർ ചെയ്യാത്ത, ഞാനെന്ന ഭാവമുള്ള, ജന്മന പാപപ്രകൃതിയുള്ള ആ സ്വഭാവത്തെ, ആ പഴയ മനുഷ്യനെ നമ്മൾ എവിടേക്ക് കൊണ്ടിരുന്നു? സ്നാനത്തിലൂടെ ക്രിസ്തുവിനോട് ചേർന്ന് മരിക്കുമ്പോൾ എന്ത് സംഭവിക്കുക? നമ്മളിലെ സിൻഫുൾ നേച്ചറിന്റെ സർക്കംസിഷൻ നടക്കുന്നു, അല്ലെങ്കിൽ നാം പറഞ്ഞ ആ സ്പിരിച്വൽ സർക്കംസിഷൻ. ഈ രണ്ട് കാര്യം ദൈവം ചെയ്തു. പാപത്തിന്റെ കാര്യത്തിൽ ദൈവം ക്രിസ്തുവിനോട് നമ്മളോട് വിശ്വസിച്ചപ്പോൾ ക്ഷമിച്ചു. പാപപ്രകൃതിയെ എങ്ങനെയാണ് കട്ട് ഓഫ് ചെയ്ത്? ക്രൈസ്റ്റ് പെർഫോംഡ് എ സ്പിരിച്വൽ സർക്കംസിഷൻ. എന്താണ് അത് അർത്ഥം? കട്ടിങ് അവേ ഓഫ് യുവർ സിൻഫുൾ. ഇതാണ് ഈ വാക്യത്തിന്റെ അർത്ഥം. നിങ്ങൾക്ക് അത് മനസ്സിലാവുമെന്ന് ഞാൻ കരുതുന്നു. കാരണം കഴിഞ്ഞ ആഴ്ചകളിലെല്ലാം ഇത് തന്നെയാണ് നമ്മൾ ചിന്തിച്ചത്. എന്നിട്ട് പറയുകയാണ്, അങ്ങനെ ചെയ്തിട്ട് നിങ്ങളെ എന്ത് ചെയ്തു? ദൈവം ക്രിസ്തുവിനോട് കൂടെ ജീവിപ്പിച്ചു.
മരിച്ചവരായിരുന്ന നമ്മളെ ജീവിപ്പിച്ചു. 14-ാം വാക്യം, അതിക്രമങ്ങളൊക്കെയും നമ്മോട് ക്ഷമിച്ചു എന്നുള്ളത് ഞാൻ മുന്നേ പറഞ്ഞല്ലോ. പാപം നമ്മോട് ക്ഷമിച്ചു. എന്നിട്ട് എന്ത് ചെയ്തെന്ന് ചോദിച്ചാൽ, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തു മായിച്ചു, ക്രൂശിൽ തറച്ചു, നടുവിൽ നിന്ന് നീക്കി, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം എത്തിച്ചു. ക്രൂശിൽ അവയുടെ മേൽ, നമ്മുടെ വേർഷനിലതിനകത്ത് അവരുടെ മേൽ, അവരല്ല, അവയുടെ മേൽ, അവയുടെ മേൽ, അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവരെയല്ല, അവയെ പരസ്യമായ കാഴ്ച. എന്താണ് നമ്മൾ എങ്ങനെയാണ് അത് മനസ്സിലാക്കണമല്ലോ അല്ലെ? നമുക്കറിയാം, അത് FSA നമ്മൾ പഠിച്ചപ്പം നമ്മൾ ടച്ച് ചെയ്തു പോയ ഭാഗങ്ങളാണ്. ഇവിടെ ഒന്നുകൂടെ ആവർത്തിക്കുന്നു. ഫസ്റ്റ് സ്റ്റെപ്പ്, പാപം നമ്മളോട് ക്ഷമിച്ചു. സെക്കൻഡ് സ്റ്റെപ്പ്, പാപ പ്രകൃതിയെ പരിച്ഛേദനം ഏൽപ്പിച്ചു. അർത്ഥാൽ ഹൃദയം ദൈവത്തിനു വേണ്ടി സമർപ്പിക്കുന്ന, ക്രിസ്തുവിനോട് മരിച്ചുകൊണ്ട് പുതുമനുഷ്യനായി ജീവിപ്പിക്കുന്ന ദൈവപ്രവൃത്തിയോട് ഏകീഭവിച്ചു. ക്രിസ്തുവിന്റെ മരണത്തോട് ഏകീഭവിച്ചു. നമ്മുടെ പ്രൈഡും പവറും നാം ക്രിസ്തുവിനോട് മരിച്ചപ്പോൾ അതെല്ലാം കഴിഞ്ഞു. നാം പാപത്തിന്റെ ദാസരല്ല, ക്രിസ്തുവിന്റെ ദാസരായി നാം പുതുജീവിതത്തിലേക്ക് പ്രവേശിച്ചു. ക്രിസ്തു നമുക്ക് വേണ്ടി ചെയ്ത അതിശ്രേഷ്ഠമായ ഒരു കാര്യമാണ് ഇവിടെ പറയുന്നത്. അതിക്രമങ്ങളെല്ലാം നമ്മൾ ക്ഷമിച്ചു. ഇനി നമുക്ക് ജയം തന്നല്ലോ. ആ ജയം എന്താന്ന് പറയാണ്. എന്താണ് ഈ ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് എന്തുവാ? എന്താണ് നമ്മളുടെ ഒരു ക്യാപ്ഷൻ മറക്കല്ലേ? ഫ്രീഡം ഫ്രം റൂൾസ് ആൻഡ് ന്യൂ ലൈഫ് ഇൻ ക്രൈസ്റ്റ്. നമുക്ക് ചട്ടങ്ങളിൽ സ്വാതന്ത്ര്യം വേണ്ടേ? നയപ്രമാണത്തിന് സ്വാതന്ത്ര്യം വേണ്ടേ? അപ്പം ഇവിടെ അതിനെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് ഇങ്ങനെ, പാപങ്ങളെ ക്ഷമിക്കുക മാത്രമല്ല, പാപ പ്രകൃതിയിൽ നിന്ന് നമ്മളെ രക്ഷിക്കുന്ന ആത്മീയ പരിച്ഛേദന നടത്തി. തീർന്നില്ല. എന്നിട്ട് ഒന്നുകൂടെ പറയട്ടെ, എത്ര മടുത്ത് നിങ്ങൾക്ക് തോന്നി ഞാൻ പറയും. പാപങ്ങളെ ക്ഷമിക്കുക മാത്രമല്ല, പാപ പ്രകൃതിക്ക് വിട്ടുകൊടുക്കാതെ ആത്മീക പരിച്ഛേദന, ഹൃദയത്തിന്റെ പരിച്ഛേദന നടത്തിയിട്ട് പഴയ ജീവിതത്തിലെത്തിയിട്ടില്ല. ക്രിസ്തുവിനോട് ജീവിപ്പിച്ച് ജീവന്റെ പുതുക്കെട്ട് നടക്കാൻ നമ്മളെ പുതുമനുഷ്യനാക്കി നിർത്തി. ഇത്രയും കാര്യം ക്ലിയർ ആണല്ലോ. ഇന്നത്തെ ആത്മീയത നമ്മൾ കണ്ടിട്ടില്ലേ? എങ്ങനെയാ ഇന്നത്തെ ആത്മീയത? പാപം ക്ഷമിച്ചു കിട്ടി, ജീവിതം പഴയത്. അങ്ങനല്ലേ ഇന്ന് നമ്മൾ കണ്ടിരുന്നത്? പാപം ക്ഷമിച്ചു, കർത്താവ് വിശ്വസിച്ചു, ഞങ്ങൾ വിശ്വസിച്ചു, ഞങ്ങളുടെ പാപം ഇനി ഒരു പാപവും ഞങ്ങൾ ക്രിസ്തു ഉള്ളവർക്ക് പോയി ഒരു ശിക്ഷാവിധിയും. പക്ഷെ നിങ്ങളുടെ ജീവിതം പഴയത് തന്നെയാ. പഴയ ജീവിതവും ഫസ്റ്റ് സ്റ്റെപ്പായ പാപക്ഷമയും പ്രാപിച്ചു. സെക്കൻഡ് സ്റ്റെപ്പായ പാപപ്രകൃതിയെ കട്ട് ഓഫ് ചെയ്യുന്ന, ജഡത്തിന്റെ അഗ്രചർമ്മത്തെ നീക്കുന്ന, ഹൃദയത്തിന്റെ പരിച്ഛേദന നടത്തുന്ന പുതുമനുഷ്യന്റെ പുതുജീവിതത്തിലേക്ക് വന്നില്ല. പാപക്ഷമയെ മേടിച്ചുകൊണ്ട് അങ്ങോട്ട് പോയി സുവിശേഷം അറിയിക്കാൻ പോയി. മിഷനിൽ ആളുണ്ട്, പക്ഷെ ആൾ എവിടെയില്ല? ട്രാൻസ്ഫോർമേഷനിലില്ല. ആൾ ദൈവത്തെ ബോധപ്പെടുന്നുണ്ട്. കർത്താവിനെ രക്ഷിച്ചു, ഞാൻ പാപിയായിരുന്നു, ഞാൻ ദോഷിയായിരുന്നു. ഇപ്പോഴും പ്രവർത്തിക്കുന്ന ദോഷം തന്നെയാ. പക്ഷെ കർത്താവിന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിച്ച ആ വ്യക്തി മറ്റൊരു പ്രൊസീജിയറിനോ മറ്റൊരു പ്രോസസ്സിന് വിധേയപ്പെട്ടില്ല. ആളെങ്ങോട്ട് പോയി? ആൾ പറഞ്ഞു, കർത്താവ് എന്നോട് ക്ഷമിച്ചു, ഞാൻ പാപിയായിരുന്നു, ഞാൻ ഇങ്ങനെയായിരുന്നു, ഞാൻ അങ്ങനായിരുന്നു. ചോദ്യം, അതെല്ലാം സമ്മതിച്ചു. ഇപ്പോൾ താങ്കൾ എങ്ങനെയാണ്? താങ്കളോട് കർത്താവ് ക്ഷമിച്ചു, വളരെ സന്തോഷമാണ്. പക്ഷെ താങ്കളോട് കർത്താവ് ക്ഷമിച്ചത് പാപത്തിന്റെ
അടിമത്തത്തിൽ നിന്ന് അല്ലെങ്കിൽ പാപത്തിന്റെ ശിക്ഷയായ നിത്യ മരണത്തിൽ നിന്ന് ശിക്ഷാവിധിയിൽ നിന്ന് താങ്കളെ വിടുവിച്ചത് എന്തിനു വേണ്ടിയാണ്? പാപപ്രകൃതിയെ കൂടെ പരിച്ഛേദന ഏൽപ്പിക്കാൻ താങ്കൾ വിട്ടുകൊടുത്തോ? താങ്കൾ ഇപ്പോൾ നയിക്കുന്നത് പഴയ ജീവിതമാണോ പുതിയ ജീവിതം? ഇതിന് ഉത്തരം കൊടുക്കാൻ നമ്മളെല്ലാം ബാധ്യസ്ഥ. അങ്ങോട്ട് ചെന്നു ഏതാണ്ട് കിട്ടി, മേടിച്ചു, പോയി ആ പരിപാടി ഇവിടെ നടക്കത്തില്ല. ഇവിടെ വ്യക്തമായ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായ ദൈവിക പ്രക്രിയകളിലേക്ക് നാം വിധേയപ്പെടും. ഞാൻ രക്ഷിക്കപ്പെട്ടു. താങ്കളുടെ ഹൃദയം പരിച്ഛേദന കേൾപ്പിച്ചു കൊടുത്തോ? ഇപ്പോഴും പ്രൈഡും പവറും കൊണ്ടാണോ പറയുന്നേ? കഴിഞ്ഞ കാലം ഇതുവരെ ഞാൻ ചെയ്ത സകല പാപങ്ങളെ കർത്താവിനോട് ക്ഷമിച്ചു. നല്ല കാര്യം, ആർത്തുല്ലസിക്കേണ്ട കാര്യമാണ്, സ്വർഗം സന്തോഷിക്കേണ്ട കാര്യമാണ്. പക്ഷേ നിങ്ങളൊരു ചോദ്യം നിങ്ങളോട് തന്നെ ചോദിക്കുക, നാം ഒരു ചോദ്യം നമ്മളോട് തന്നെ ചോദിക്കുക. കർത്താവ് ക്ഷമിച്ചത് നിങ്ങൾ പറയുമ്പോൾ നിങ്ങൾ ഒരു കാര്യം കൂടെ ഓർക്കണം, നിങ്ങളോട് ക്ഷമിച്ചതിന് ദൈവത്തിന് വേറൊരു ഉദ്ദേശങ്ങളുണ്ട്. നിങ്ങളെ പാപത്തിൽ രക്ഷിക്കുക മാത്രമല്ല, ഇനിയുള്ള നിങ്ങളുടെ തുടർന്നുള്ള ജീവിതം പാപപ്രകൃതിയിലൂടെ രക്ഷിച്ച് നിങ്ങളെ എന്ത് ചെയ്യണം? മറ്റുള്ളവരോട് ക്ഷമിക്കുവാൻ തക്കവണ്ണം നിങ്ങളെ പ്രാപ്തരാക്കും. കർത്താവിനോട് ക്ഷമിച്ചു. ഞാൻ ഒരിക്കലും ക്ഷമിക്കത്തില്ല. കർത്താവിന്റെ ക്ഷമയെ വാനോളം വാഴ്ത്തി പുകഴ്ത്തി പാടുന്നവർ തന്നെ അതേ നാവ് കൊണ്ട് പറയും, പക്ഷെ എനിക്കത് ക്ഷമിക്കാനേ പറ്റത്തില്ല. അതിന്റെ അർത്ഥം എന്ന് ചോദിച്ചാൽ ഹൃദയത്തിന്റെ പരിച്ഛേദന നടന്നിട്ടില്ല. പ്രൈഡ് ആൻഡ് പവർ ഇപ്പോഴും മുതപ്പിച്ചേക്കുക. There is no change for your heart. That means സെക്കൻഡ് പ്രോസസ്സിൽ ഇവിടെ കടന്നു പോയിട്ട്, അപ്പൊ ഫസ്റ്റ് പ്രോസസ് ഇസ് ഗ്രേറ്റ്, അതില്ലാതെ സെക്കൻഡ് പ്രോസസ്സിന് അർത്ഥമില്ല. എന്നാൽ ഒന്നാമത്തെ പടി കടന്നു രണ്ടാമത്തെയും പടി കടന്ന് എങ്ങോട്ട് വരികയാണ്? പുതുജീവിതത്തിലേക്ക്, ജീവന്റെ പുതുക്കത്തിലേക്ക് വരുന്നവർ അറിയേണ്ട അടുത്ത കാര്യം എന്താണത്? അനുഷ്ഠാനങ്ങളുടെ ലംഘനത്താൽ, അതായത് ന്യായപ്രമാണത്തിന്റെ ആചാര അനുഷ്ഠാനങ്ങൾ ലംഘിച്ചെന്നുള്ള പേരിൽ ലംഘനത്താൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന ലിഖിതങ്ങളെ, എഴുത്തുകളെ, റിട്ടനായ നിയമങ്ങളെ, നമുക്കെതിരെ നിന്ന് നമ്മളെ ശിക്ഷ വിധിക്കുവാൻ പ്രാപ്തമായ ലിഖിത നിയമങ്ങളെ ക്രിസ്തു മായിച്ചു കളയുകയും ക്രൂശിൽ തറച്ച് നമ്മുടെ മധ്യത്തിൽ നിന്ന് നീക്കിക്കളയും. അതിന് തെളിവ് വേണോ? ഇത് ന്യായപ്രമാണം തന്നെയാണെന്ന് തെളിവ് തരാം. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യം വായിക്കുമ്പോൾ നമുക്ക് വളരെ ക്ലിയർ ആണിത് പറയുന്നത് ആരെ കുറിച്ച അല്ലെങ്കിൽ എന്തിനെ കുറിച്ച. എഫെസ്യ ലേഖനം 2-ാം അധ്യായം 14-ാം വാക്യത്തിൽ വളരെ വ്യക്തമായി പറയുന്നുണ്ട്. 2:14, അവൻ നമ്മുടെ സമാധാനം, അവൻ ഇരുപക്ഷത്തെയും ഒന്നാക്കി. അടുത്തത് ശ്രദ്ധിച്ചോടെ, ചട്ടങ്ങളും കൽപ്പനകളുമായ ന്യായപ്രമാണം എന്ന ശത്രു തന്റെ ജഡത്താൽ നീക്കി വേർപാടിന്റെ നടുച്ചുവർ ഇടിച്ചു കളഞ്ഞത്, സമാധാനം ഉണ്ടാക്കിക്കൊണ്ട് ഇരുപക്ഷത്തെയും തന്നിൽ ഒരു പഴയ മനുഷ്യനായി സൃഷ്ടിപ്പാനും. അങ്ങനാണോ? അവരോർക്ക് തോന്നിയ പോലെ തന്നെ പിന്നെയും ജീവിക്കാനും, ഞായറാഴ്ചകളിൽ മാത്രം രക്ഷയുടെ സന്തോഷം ഉയർത്തി കാണിച്ചിട്ട് തിങ്കൾ ചൊവ്വായുള്ള ദിവസങ്ങളിൽ പഴയ മനുഷ്യനായി ജീവിക്കുവാനും ഇരുപക്ഷത്തെ ഒന്നാക്കിയ നല്ല വേദോസ്തം പറയുന്നത്. പിന്നെയോ ഇരുപക്ഷത്തെ ഒന്നാക്കി എന്നൊക്കെ പറയുന്നതും ആവേശമുള്ളതും. പക്ഷെ ആരായിരിക്കണം എന്ന് പറയുന്നേ? ഓരോ പുതുമനുഷ്യനും പറയേണ്ട കാര്യമായി തന്നിൽ ഒരേ പുതുമനുഷ്യനാക്കി സൃഷ്ടിപ്പാനും ക്രൂശിന്മേൽ വെച്ച് ശത്രുത്വം ഇല്ലാതാക്കി. എന്ത് ശത്രുത്വം? ന്യായപ്രമാണമെന്ന ശത്രുത്വം ഇല്ലാതാക്കി. അതിനാൽ ഇരുപക്ഷത്തെയും ഏക ശരീരത്തിൽ ദൈവത്തോട് നിരപ്പിപ്പാനും. ഈ ഭാഗം നമുക്ക് അറിയാം. വീണ്ടും വായിച്ച്
ഈസി. എത്ര പറഞ്ഞാലും എത്ര ചിന്തിച്ചാൽ അത്രയേ നമുക്കതിന്റെ ആകത്തുക അറിയാം. അറിയാത്തവരോടല്ല ഞാൻ സംസാരിക്കുന്നത്. എന്നാൽ ഇങ്ങനൊരു കൺഫ്യൂഷൻ ഇവിടെ നിങ്ങൾക്ക് വരാതിരിക്കാനാ പറഞ്ഞേ. കൊലോസ്യ ലേഖനം വായിക്കുമ്പോൾ നമ്മുടെ വേർഷൻ അവരുടെ മേൽ, അപ്പൊ നമ്മളിവിടെ ചിന്തിക്കും അവർ വ്യക്തികൾ അല്ലെങ്കിൽ സാത്താൻ. നമുക്കറിയാമല്ലോ സാത്താന്റെ മേൽ ദൈവം ജയം കൊണ്ടാടി എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. അവനെ കാൽവരിയിൽ തോൽപ്പിച്ചുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. പക്ഷെ ഈ പർട്ടിക്കുലർ പാസേജിൽ പറയുന്നത് ന്യായപ്രമാണം എന്ന ശത്രുത്വത്തിന്മേൽ ക്രിസ്തു കൊണ്ടാടിയ ജയോത്സവമാണ്. ഒന്ന്, പാപത്തിന്റെ കർത്തൃത്വത്തിൽ നിന്ന്, പാപത്തിന്റെ അനന്തര ഫലമായ നിത്യശിക്ഷാവിധിയിൽ നിന്ന് ക്രിസ്തു നമുക്ക് ജയം തന്നു. എങ്ങനെ ജയം തന്നു? നാം അവനിൽ വിശ്വസിച്ചപ്പോൾ കൃപയാൽ ക്രിസ്തുയേശുവിനാൽ വിശ്വാസം മൂലം നമുക്ക് പാപക്ഷമ ലഭിച്ചു. രണ്ട്, നാം അവരോടുകൂടെ ചേരുവാൻ സ്നാനമേൽക്കുവാൻ നമ്മളെ സമർപ്പിച്ച മരണത്തിനും പങ്കാളികളാകുവാൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ നമ്മുടെ ഹൃദയമാണ് ഏൽപ്പിച്ചു കൊടുത്തത്, നമ്മളെ തന്നെയാണ് ഏൽപ്പിച്ചു കൊടുത്തത്. നമ്മുടെ ഹൃദയത്തിന്റെ പരിച്ഛേദന നടത്തി ജന്മനായുള്ള പാപ പ്രകൃതിയെ നീക്കി നമ്മളെ പുതുമനുഷ്യനാക്കി. ആ പുതുമനുഷ്യനാക്കി തീർക്കുന്ന ജയം ക്രിസ്തു കാൽവറിയിൽ നമുക്ക് നൽകി. തീർന്നില്ല, വീണ്ടും നമ്മുടെ പുറകെ നടന്ന് നമ്മളെ ശിക്ഷ വിധിക്കാൻ നടക്കുന്ന, കാരണം എന്തോ, അനുഷ്ഠാനങ്ങളെ നമ്മൾ ലംഘിച്ചിട്ടുള്ളവരാണ്. ചട്ടങ്ങളും കൽപ്പനകളെയും അനുസരിക്കാതെ ജീവിച്ച ഈ തലമുറ എങ്ങനെ നിത്യജീവന് പാത്രമാകും? നയപ്രമാണത്തിന്റെ അനുഷ്ഠാനങ്ങളെയും ആചാരങ്ങളെയും അനുസരിക്കാതെ ജീവിച്ചിട്ട് ഇവർക്ക് പാപക്ഷമ കിട്ടി, പാപപ്രകൃതി ഇന്ന് ജയം കൊടുത്തു, ഇവരിപ്പം ദൈവത്തിന്റെ മക്കളാണ്, വാഗ്ദത്തത്തിന് അത് സ്വന്തമാണ്, ഇവരിപ്പം ദൈവത്തിന്റെ സ്വന്തം ജനമാണ്, തെരഞ്ഞെടുക്കപ്പെട്ടാണെന്ന് പറയുമ്പോൾ അതിനെതിരായി ശബ്ദിക്കാൻ കഴിവുള്ള നയപ്രമാണം ശത്രുത്വത്തെ കൂടെ അതിന്റെ സകല ശക്തിയും കൂടെ ആരില്ലാതാക്കി? ക്രിസ്തു കാൽവറിയിൽ ഇല്ലാതാക്കി ജയോത്സവം ഉണ്ടായി. കാരണം നയപ്രമാണത്തിന്റെ മുഴുവൻ ഉദ്ദേശങ്ങളെയും നയപ്രമാണത്തെ മുഴുവനായി അനുസരിച്ച് നിവർത്തിച്ച് ഫുൾഫിൽ ചെയ്ത് പാപത്തിന് നമ്മുടെ പാപത്തെ വഹിച്ച് തന്റെ ശരീരത്തിന്മേൽ വഹിച്ച് ക്രൂശിൽ കയറിയ കർത്താവ് നയപ്രമാണത്തിന്റെ സകല ഡിമാൻഡുകളെയും താൻ നിവർത്തിച്ച് നമ്മൾക്ക് വേണ്ടി യാഗമായി തീർന്നപ്പോൾ ഇവിടെ എന്താണ് ഇല്ലാതായെന്നറിയാമോ? മനുഷ്യനെ രണ്ട് ചേരിയായിട്ടിരിക്കുന്ന, ന്യായപ്രമാണം അനുസരിക്കുന്നവരും അനുസരിക്കാത്തവരുമുള്ള രണ്ട് ചേരിയായി നിൽക്കുന്നതിനെ ക്രിസ്തു മുഖാന്തരം ഒന്നാക്കി തീർത്തു. ഇപ്പം നയപ്രമാണം എന്ന ശത്രുത്വത്തിന് നമ്മുടെ മേൽ ഒരു അവകാശവും ഇല്ല. കാരണം നയപ്രമാണത്തിന് അതിനല്ല, ക്രിസ്തുവിനത്രേ അധീനം. ഞാൻ വാക്കുകൾ വേഗത്തിൽ നിർത്താം. അങ്ങനെ അവിടുന്ന് നമുക്ക് ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്തെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്തുവാ? അതിന്റെ അർത്ഥം എന്താ ദൈവമക്കളെ? ചട്ടങ്ങളായിരിക്കുന്ന, കൽപ്പനകളായിരിക്കുന്ന പ്രമാണങ്ങളെ അനുഷ്ഠിക്കാത്തതിന്റെ പേരിൽ നമുക്കെതിരെ ചാർജ് ഉണ്ടെന്ന്, കേസ് ചാർജ് ചെയ്തിട്ടുണ്ട്. കൽപ്പന ലംഘികളാണ് നമ്മൾ ആയിരുന്നു. അപ്പൊ കൽപ്പന ലംഘികളായ, അനുഷ്ഠാനങ്ങളെ ലംഘിച്ച് ജീവിച്ച, ചട്ടങ്ങളെ ലംഘിച്ച് ജീവിച്ച എല്ലാവരുടെ മേലും എന്ത് ചാർജ് ഉണ്ട്? കുറ്റപത്രമുണ്ട്. ഇവർ ശിക്ഷാവിധിക്ക് യോഗ്യരാണ്. അതാണ് നമ്മുടെ ശത്രുത്വം എന്ന് പറയുന്നത്. ന്യായപ്രമാണം നമുക്ക് ശത്രുവായി തീരുന്നത് അങ്ങനെയാണ്. ന്യായപ്രമാണം എന്ന ശത്രുത്വം എഫെസ്യ ലേഖനത്തിൽ പറയുമ്പോൾ കൊലോസ്യരിൽ പറയുന്നു, ചട്ടങ്ങളാൽ നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കയ്യെഴുത്ത്. അർത്ഥാൽ എന്താണ്? അനുഷ്ഠാനങ്ങളുടെ ലംഘനത്താൽ, കൽപ്പനകളെ അനുസരിക്കാതെ, അത് നമ്മൾക്ക് ബാധകമല്ലാതെ ജീവിച്ച നമ്മുടെ ജീവിതത്തിൽ അത് പ്രതികൂലമായി നിന്ന് നമ്മളെ കുറ്റം വിധിക്കുമ്പോൾ കർത്താവ് എന്ത് ചെയ്യുന്നറിയാമോ? അതിന്റെ കൈയെഴുത്ത് വായിച്ച് ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞു. ഏത് നടുവിൽ നിന്ന്? ഈ രണ്ട് ജനത്തിന്റെയും
നടുവിൽ ശത്രുത്വമായി ഒരാൾക്ക് അതെ ഒരു കൂട്ടർക്ക് ഇത് ഞങ്ങളുടെ സ്വന്തം എന്ന് പറഞ്ഞു വരും. ഇത് പറഞ്ഞുകൊണ്ട് ഇവർ ശപിക്കപ്പെടുമെന്ന് പറഞ്ഞ രണ്ട് കൂട്ടരെയും തമ്മിൽ അതിന്റെ നടുവിൽ നിന്ന് നീക്കിക്കളഞ്ഞിട്ട് അവരെ എല്ലാവരെയും ക്രിസ്തുവിൽ പുതുമനുഷ്യരാക്കി തീർത്തു. ആ പുതുമനുഷ്യരുടെ പ്രത്യേകത എന്താണെന്നറിയാമോ? ആ പുതുമനുഷ്യർ ഇനി പാപത്തിന്റെ അടിമകളല്ല, പാപത്തിന്റെ ദാസരല്ല, ന്യായപ്രമാണത്തിന്റെ അടിമകളല്ല, ന്യായപ്രമാണത്തിന്റെ കീഴിലല്ല. പിന്നെയോ ക്രിസ്തുവാണ് ഇനി അവരുടെ യജമാനൻ, ക്രിസ്തുവാണ് ന്യായപ്രമാണമാണ് ഇനി അവരുടെ ന്യായം. നമുക്ക് നമ്മുടെ വാക്കുകളെ അവസാനിപ്പിക്കാം. അടുത്ത ആഴ്ച നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. വാഴ്ചകളിൽ അധികാരങ്ങളെ ആയുധവർഗം ലഭിച്ചു എന്ന് പറയുമ്പോൾ എന്റെ അർത്ഥം അത് ഉദ്ദേശിക്കുന്ന എന്താണെന്നും ക്രൂശിൽ അവരുടെ മേലല്ല, അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി അവയെ പരസ്യമായ കാഴ്ചയാക്കി. എല്ലാവരും വിചാരിച്ചു യേശുവിനെയാണ് പരസ്യമായ കാഴ്ചയാക്കിയത്. എല്ലാവരും ആർത്തട്ടഹസിച്ചു. കണ്ടില്ലേ മരത്തിന്മേൽ തൂങ്ങുന്നത് എല്ലാം ശപിക്കപ്പെട്ടവൻ കണ്ടില്ലേ, ഞങ്ങൾ അപ്പോഴേ പറഞ്ഞില്ലേ, ദൈവവിനെ ഉപേക്ഷിച്ചു, ദൈവവിനെ തള്ളിക്കളഞ്ഞു, കണ്ടില്ലേ ശാപഗ്രസ്തനായി അവൻ ക്രൂശിൽ കിടക്കുന്നുവെന്ന് താഴെ നിൽക്കുന്നവരെല്ലാം ആർത്തട്ടഹസിച്ച് പരിഹസിച്ചപ്പോൾ സത്യവചനം, ദൈവത്തിന്റെ മർമ്മം ഒരിക്കലും വിശ്വസിക്കാൻ കഴിയാതെ നസ്രയനായ യേശു എന്ന് മാത്രം കണ്ട ശൗൽ എന്ന പൗലോസ് പറയുകയാണ്, ഇപ്പോൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ പറയട്ടെ, ക്രിസ്തുവിന്റെ മർമ്മമാ, ക്രിസ്തുവിന്റെ മർമ്മമല്ല, ക്രിസ്തു എന്ന മർമ്മമാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ പ്രസ്താവിക്കുന്നത്. ഒരിക്കൽ എനിക്ക് പുച്ഛമായിരുന്നു, എനിക്ക് പരിഹാസമായിരുന്നു. കാരണം ക്രിസ്തു ക്രൂശിക്കപ്പെട്ടെന്ന് പറയുമ്പോൾ ക്രിസ്തു ഒരിക്കലും ക്രൂശിക്കപ്പെടത്തില്ല. ക്രൂശിക്കപ്പെട്ടത് നാസറേത്തിലെ തച്ചന്റെ മകനായ യേശുവാണെന്ന് വാദിച്ചിരുന്ന പൗലോസ് ഇപ്പോൾ യേശു എന്നൊരു വാക്കോട് ഉപയോഗിക്കുന്നില്ല. ഈ ഭാഗം പറയുമ്പോൾ മൊത്തം പറയുന്നത് ക്രിസ്തു ക്രിസ്തു ക്രിസ്തു. മനസ്സിലായതിന്റെ അർത്ഥം? യേശുവിനെ ക്രിസ്തുവാണ് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയാത്ത ഒരുവന്റെ ഹൃദയങ്ങളെ തൊട്ട് തൂരിക ചലിപ്പിച്ച് സഭയ്ക്കകത്ത് ദുരുപദേശം കടന്നപ്പോൾ ആ ദുരുപദേശത്തെ വേരോടെ പറിച്ചറിയാൻ ക്രിസ്തു എന്ന മർമ്മത്തെ സഭയ്ക്ക് കൊടുക്കുവാൻ ആരെയും ഉപയോഗിച്ചറിയാമോ? ക്രിസ്തുവിൽ വിശ്വസിച്ചവരെ വലിച്ചരച്ച് തലമുറയിലിട്ട് കൊല്ലുവാൻ കൂട്ടുനിന്ന്, ഉപദ്രവിക്കാൻ കൂട്ടുനിന്ന വിരോധിയായ മനുഷ്യൻ പറയുക, ഇനി ജീവിക്കുന്നെങ്കിലത് ക്രിസ്തുവിനാ, മരിക്കുന്നെങ്കിലത് ലാഭവും ഞാൻ എണ്ണും. യേശു തന്നെ ക്രിസ്തു. എനിക്ക് ഈ ഒരു ആയുസ്സുണ്ടെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പറയുന്നു, ഞാൻ തെളിയിച്ചുകൊണ്ടേയിരിക്കും, ഞാൻ പ്രസംഗിച്ചുകൊണ്ടേയിരിക്കും, ഞാൻ സാക്ഷ്യപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. യേശു തന്നെ ക്രിസ്തു. ആ ക്രിസ്തു എന്താകുന്നു, ആരാകുന്നു, അവൻ എന്ത് നമുക്ക് വേണ്ടി ചെയ്തു എന്നുള്ളത് പൗലോസിനെ ഈ സമയത്ത് ഞാൻ മറച്ചു വെച്ചാൽ നിങ്ങൾ ദുരുപദേശങ്ങൾ അകപ്പെടും. പലരും മാർമിക രഹസ്യങ്ങൾ വെളിപ്പെട്ടെന്ന് പറഞ്ഞ് നിങ്ങളുടെ അടുത്തേക്ക് സഭയ്ക്കകത്ത് നുഴഞ്ഞു കയറി ക്രിസ്തുവിനെ വഞ്ചിച്ചെടുക്കാൻ, കവർന്നെടുക്കാൻ, നിങ്ങളെ തന്നെ ചതിക്കുവാൻ ശ്രമിക്കുമ്പോൾ എനിക്ക് അടങ്ങിയിരിക്കാൻ കഴിയത്തില്ല. കാരണം ഞാനും ഒരു കാലത്ത് ചതിക്കപ്പെട്ടവനായിരുന്നു. എന്നാൽ ദൈവം എന്റെ കണ്ണുകൾ തുറന്നപ്പോൾ ആ ചതിയിൽ ഞാൻ രക്ഷപ്പെട്ടു. യേശു തന്നെ ക്രിസ്തു. ക്രിസ്തു എന്ന ദൈവിക മർമ്മത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുക. തലയെ മുറുകെ പിടിക്കുക. തലയെ നിങ്ങൾ മുറുകെ പിടിച്ചാൽ നിങ്ങൾ ഒരിക്കലും ഒരു ദുരുപദേശങ്ങളിലും അകപ്പെടത്തില്ല. ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ കണ്ണുകളടയ്ക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാനുള്ള സമയമാണല്ലോ. നമുക്ക് ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർക്കാം. നമുക്ക് ദൈവം സംസാരിച്ച വചനങ്ങളെ ഓർക്കാം. നാം തയ്യാറാണോ ദിനം തോറും വിശ്വസ്തയോടെ കുടുംബമായി, വ്യക്തിപരമായി വിളിക്കപ്പെട്ടവരൊക്കെ ഒന്നു ചേർന്നും ഒറ്റയ്ക്കും കുടുംബമായും കൂട്ടമായും സഭയായും ഒക്കെ കർത്താവിന്റെ വേലയ്ക്ക് ചുമൽ കൊടുക്കുവാൻ, അവരവരെ ഏൽപ്പിച്ച് ഉത്തരവാദിത്തങ്ങൾ ചെയ്യുവാൻ നാം തയ്യാറാണോ? അതിൽ നമ്മളെ പിന്തിരിപ്പിക്കുവാനുള്ള അസാധ്യങ്ങൾ, നമ്മുടെ ജീവിതത്തിൽ അൺസർട്ടനിറ്റികൾ ഉണ്ടെങ്കിൽ അത് ദൈവം മനഃപൂർവ്വമായി അനുവദിച്ചിരിക്കുന്നതാണെന്ന് വിശ്വസിക്കാൻ നാം തയ്യാറാണോ? അതെന്റെ വിശ്വാസത്തിന്റെ പരിശോധനയ്ക്കും സ്ഥിരതയ്ക്കും ദൈവത്തിൽ ഞാൻ ആശ്രയിക്കുന്നു എന്ന് എനിക്ക് തറപ്പിച്ചും ഉറപ്പിച്ചും പറയുവാനും എന്നെ തന്നെ കൊള്ളാവുന്നതായി തെളിയിക്കുവാനുള്ള ദൈവത്തിന്റെ ഉദ്ദേശത്തിന്റെ ഒരു ഭാഗമാണ്. അതുകൊണ്ട് ഈ വക കാര്യങ്ങളെ മുന്നിൽ വെച്ച് എന്റെ മുൻപിലുള്ള ഓട്ടത്തെ ഞാൻ തടുക്കത്തില്ല, വേലയിൽ ഞാൻ പിന്മാറത്തില്ല, വിശ്വസ്തയിൽ ഞാൻ അല്പം പോലും പുറകിൽ പോകത്തില്ല, അനുസരണത്തിന് ഒരു കുറവും ഞാൻ വരുത്തത്തില്ല. തയ്യാറാണെങ്കിൽ നമ്മളെ സമർപ്പിക്കാം. 2, ദൈവം എന്റെ പാപങ്ങളെ എന്നോട് ക്ഷമിച്ചു, അതിക്രമങ്ങളെ എന്നോട് ക്ഷമിച്ചു,
തീർന്നില്ല. ഞാൻ വിചാരിച്ചത് പാപങ്ങളെ ക്ഷമിച്ചു അതുകൊണ്ട് തീർന്നു, പിന്നെ ഇനി ഞാൻ ജീവിച്ചാൽ മതി. അല്ല, കർത്താവ് എനിക്കൊരു കാര്യം വ്യക്തമായി മനസ്സിലാവുന്നു. പാപങ്ങളെ ക്ഷമിക്കുക മാത്രമല്ല, പാപ പ്രകൃതിയെ നീക്കുന്ന ഹൃദയത്തിന്റെ പരിച്ഛേദന അഥവാ ആത്മീക പരിച്ഛേദന നടന്നിരിക്കുന്നു. അതുകൊണ്ട് ഇനിയും ഞാൻ ജീവിക്കുന്നത് പഴയ മനുഷ്യനായിട്ടല്ല, പുതു മനുഷ്യനായിട്ടാ. പാപത്തിന് എന്റെ മേൽ ഇനി കർത്തൃത്വമില്ല. ആ പവർ ദൈവം ബ്രേക്ക് ചെയ്തു. ഇനിയും എന്റെ മേൽ കർത്തൃത്വമുള്ളത് യേശു. അപ്പോൾ ഒരു കൂട്ടം ആൾക്കാർ എഴുന്നേറ്റ് എന്ന് പറയുന്നു, നിക്കേ നിക്കേ നിക്കേ, വരട്ടെ, അവകാശങ്ങൾ പറയാൻ വരട്ടെ, അധികാരം പറയാൻ വരട്ടെ, ദൈവത്തിന്റെ സ്വന്തമാണ് പറയാൻ വരട്ടെ. നിങ്ങളെല്ലാം കൽപ്പനകളെ ലംഘിച്ചവരാണ്. നിങ്ങൾക്കൊന്നും ചാടിക്കേറി ദൈവത്തിന്റെ സ്വന്തമാണെന്നും വാഗ്ദത്തമല്ല ഞങ്ങളുടെ അവകാശമാണെന്നും ദൈവം ഞങ്ങളുടെ ദൈവമാണെന്നൊക്കെ പറയാൻ ആരനുവാദം തന്നുവെന്ന് നയപ്രമാണമുള്ള ജനം ചോദിക്കുമ്പോൾ ദൈവം പറയുന്നു, ക്രിസ്തുവിലൂടെ ഞാൻ നിങ്ങളെ ഒന്നാക്കി പുതു മനുഷ്യനാക്കി. ഇനി ആർക്കും നിങ്ങളെ ചോദ്യം ചെയ്യാൻ കഴിയത്തില്ല. കാരണം കൈയെഴുത്ത് ക്രൂശിലങ്ങ് മായ്ച്ചു കളഞ്ഞു. നിങ്ങളുടെ ചാർജ് അവിടെ വെച്ച് ക്യാൻസൽ ചെയ്തു. നിങ്ങളുടെ കുറ്റപത്രം ഇനി ആർക്കും എടുത്തുകൊണ്ട് വരാനില്ല. കാരണം ആ കുറ്റപത്രം നിങ്ങൾ അനുഷ്ഠാനങ്ങളെ ലംഘിച്ചു. ഇനി നിങ്ങൾ അത് എന്തൊക്കെ പറഞ്ഞാലും, പാപങ്ങൾ ദൈവം ക്ഷമിച്ചെന്ന് പറഞ്ഞാലും, പരിച്ഛേദന തന്നെന്ന് പറഞ്ഞാലും ഞങ്ങൾ അംഗീകരിക്കത്തില്ല. കാരണം നിങ്ങൾ ന്യായപ്രമാണം ലംഘികളാന്ന് പറയുമ്പോൾ നാം വിളിച്ചു പറയണം, ഞങ്ങളെ അത് വന്ന് വിധിക്കാൻ വരണ്ട, കവർ ചെയ്യാൻ വരണ്ട. ഞങ്ങളുടെ കർത്താവ് പാപങ്ങളെ ക്ഷമിക്കുക മാത്രമല്ല, പാപപ്രകൃതിക്ക് പരിച്ഛേദന തരിക മാത്രമല്ല ചെയ്ത്, പുതുമനുഷ്യനാക്കുക മാത്രമല്ല ചെയ്ത്, ഞങ്ങൾക്കെതിരെ ചാർജ് എടുത്ത, ഞങ്ങൾക്കെതിരെ കുറ്റപത്രം എടുത്ത അനുഷ്ഠാനങ്ങളുടെ ലംഘനം എന്ന ചാർജ്, കുറ്റപത്രത്തെ ക്രൂശിൽ തറച്ച് നടുവിൽ നിന്ന് നീക്കി ദൈവം ഞങ്ങൾക്ക് ജയം തന്നിരിക്കും. ഇനി ഞങ്ങൾ പുതുമനുഷ്യനായി ജീവിക്കുക. എങ്ങനെയെന്നറിയാമോ? രണ്ട് പക്ഷമായല്ല, ക്രിസ്തു മുഖാന്തരം സമാധാനം നിരപ്പിച്ച, ദൈവത്തോട് നിരപ്പിച്ച ഒരൊറ്റ പക്ഷമായി. എവിടെ നിന്ന് രക്ഷിക്കപ്പെട്ടു വന്നാൽ ഞങ്ങൾ പറയും രണ്ടു പക്ഷമില്ല, ഇനി ഒരു പക്ഷമേ ഉള്ളൂ. കുറ്റപത്രത്തെ, ആ മേലെഴുത്തിനെ അനുഷ്ഠാന ലംഘികൾ, കൽപ്പന ലംഘികൾ, ചട്ടലംഘികൾ, നിയമലംഘികൾ എന്നോ ശപിക്കപ്പെട്ടതായി കണ്ടിരുന്ന ആ കുറ്റപത്രത്തെ നീക്കിക്കളഞ്ഞ് ജയം തന്ന കർത്താവിന് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഇതിനകത്ത് നമ്മളെ സമർപ്പിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുവാനാണ്.